തീർത്ഥാടന കേന്ദ്രവും SNM ലൈബ്രറി, ഈ ലൈബ്രറിയുമായിട്ട് സംയുക്തമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വർഷവും ഒരു 5-6 വർഷം കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ദിവസങ്ങളിൽ ശ്രീമതി തങ്കലക്ഷ്മി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? 2-3-4 ദിവസമൊക്കെ എത്തിയിട്ടുണ്ട്. ടീച്ചർ ക്ലാസ് ഇവിടെ നടത്താൻ വരുന്നത് കൊണ്ടും ടീച്ചറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ശിഷ്യഗണങ്ങളാണ് ഇവിടെ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമുണ്ട്. നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പം നിങ്ങൾ ഏതാണ്ട് കുറച്ച് പേരെ തല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ടീച്ചറിന് പത്തനംതിട്ട വരെ തിരിച്ചു പോകേണ്ടതുമല്ലേ, അതുകൊണ്ട് അല്പം നേരത്തെ 8 മണിക്കാണ് നമ്മുടെ സമയം. 8 മണി വരെ, 6:30-ക്ക് തുടങ്ങി 8 മണി വരെയുള്ള സമയമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. 6-6:45, 7-നകത്ത് ആൾക്കാരെല്ലാം വരും. അതുവരെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സമയം കുറേ കൂടെ മാറിപ്പോകേണ്ടി വരും. എന്തായാലും ടീച്ചർ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നതാണ്. കോന്നി അല്ലേ? കോന്നി ഭാഗത്താണ്. പിന്നെ എന്തായിരുന്നാലും ടീച്ചറിനെ പറ്റി ടീച്ചർ തന്നെ നല്ലൊരു നമുക്കൊരു അറിയിപ്പ് തരും. കാരണം വ്യക്തമായി എല്ലാം പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ടീച്ചറൊക്കെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ബേസിൽ കുറേ ആൾക്കാർ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടായിരുന്നു. ചെമ്പഴന്തിയിലെ സാറ് ശിശുപാല സാറും അവർ 2-3 പേര് സാധാരണ എത്താറുണ്ട്. ഇന്ന് അവർ അരീപ്പുറത്ത് എവിടെയോ പരിപാടി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവർ എത്തുന്നവരെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലേറ്റാവും. അതുകൊണ്ട് നമുക്ക് 6:30-ക്ക് തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ്സിന് വേണ്ടി ഇവിടെ എത്തിയ ടീച്ചർ തങ്കലക്ഷ്മി ടീച്ചറെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ അന്തർദേശീയ ഈ പഠന കേന്ദ്രവും അതുപോലെ കുളത്തൂർ SNM ലൈബ്രറിയും കൂടി ചേർന്ന് നടത്തുന്ന ഈ 31 ദിവസത്തെ പ്രഭാഷണ പരമ്പരയിലേക്ക് എന്നെയും ക്ഷണിച്ച ബഹുമാനപ്പെട്ട ശിശുപാലൻ സാർ അവർകൾ, അതുപോലെ കുളത്തൂർ ലൈബ്രറിയുടെ പ്രസിഡൻറ്റ് ശ്രീമതി വിജയമ്മ ടീച്ചർ അവർകൾ, അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ 3 കൊല്ലമേ ആയുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന വിവരം അറിഞ്ഞിട്ട്. എന്നാൽ ഈ 3 കൊല്ലവും എനിക്കിവിടെ പങ്കെടുക്കുവാൻ ഒരനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും നാരായണ ഗുരുദേവൻ്റെ തന്നെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ പാദങ്ങളിലും ഞാൻ നമസ്കരിക്കുന്നു. ശിശുപാലൻ സാർ എന്നെ വിളിച്ചപ്പോൾ ഈ ഒരു 31 ദിവസത്തെ പരിപാടികളിൽ ഗുരുദേവൻ്റെ കൃതികളേക്കാൾ കൂടുതലായി ഗുരുദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന വിഷയം ശ്രീനാരായണ ഗുരുദേവനും സനാതന ധർമ്മവും എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് വിജയമ്മ ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി, എല്ലാവരും 6:45 ആകുമ്പോഴത്തേനും ഒക്കെ വന്ന് തുടങ്ങത്തുള്ളെന്ന്. സാരമില്ല, നമ്മുടെ ചർച്ചയും നമ്മളുടെ ഈ ചിന്തയും 6:45 ആകുമ്പോഴേ ചൂട് പിടിച്ച് തുടങ്ങത്തുള്ളൂ. ആദ്യം നമുക്ക് പതുക്കെ ഇങ്ങനെ പോവാം. പക്ഷേ എന്നാലും നമുക്ക് ആ സമയത്തിന് തന്നെ തുടങ്ങി എന്നുള്ളതിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് കൃത്യമായി നന്ദി പറയുന്നു. കാര്യം പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കസേര പോലും കാണില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എന്തായാലും കൃത്യസമയത്ത് ഇവിടെ തുടങ്ങി. മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ കോന്നി താലൂക്കിലുള്ള കൂടൽ എന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഒരു സാധാരണ വീട്ടമ്മയാണ്. കുറേ വർഷങ്ങളായി ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചും മാത്രമല്ല വേറെയും അല്ലറ ചില്ലറ ആധ്യാത്മിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഈ പറയുന്ന വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാനായി ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സും നടത്തുന്നുണ്ട്.
വിജയമ്മ ടീച്ചർ പറഞ്ഞു എന്നെപ്പറ്റി സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോളാം. എനിക്കത് നല്ലതാണ്. കാര്യം ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയണമെന്നില്ല. അതുകൊണ്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറയുന്നത്. ഈ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 4:30 വരെ എല്ലാ ആഴ്ചയിലെ ഈ 3 ദിവസങ്ങളിൽ സെയിം ടൈം 3:30 to 4:30 ഇൻ ദി ആഫ്റ്റർനൂൺ എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. 200-ൽ കൂടുതൽ ആൾക്കാരൊക്കെ ദിവസവും ജോയിൻ ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഓഫീസിൽ എൻ്റെ നമ്പറുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ബ്രോഷറിൽ ഇപ്രാവശ്യത്തെ നോട്ടീസിൽ നമ്പറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വിജയമ്മ ടീച്ചറുടെ മരുമകൾ എൻ്റെ ഗീത എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. അവരോട് ആരോടെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ എൻ്റെ നമ്പറിൽ, എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ആവാമെന്ന് നോക്കുന്നു. പക്ഷേ ഇന്നത്തെ ഈ വിഷയം വളരെ ഗഹനമായ ഒരു വിഷയമാണ്. ഒരുപാട് പറയുകയും ചെയ്യാം. പക്ഷേ നമ്മളുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയേണ്ടതുകൊണ്ട് നമ്മൾ എത്രമാത്രം അതിനെ ചുരുക്കി, എന്നാൽ അതിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ വിട്ടുപോകാതെ അത് പറയേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വിഷയത്തിലേക്ക് തന്നെ വേഗം കിടക്കുന്നതാണ് നല്ലത്. ഇനിയും വരുന്നവർ വരട്ടെ, അപ്പോൾ നമുക്ക് അവരും ജോയിൻ ചെയ്യും എന്ന് കരുതുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും സനാതനധർമ്മവും തമ്മിലുള്ള ആ ബന്ധമാണ് എന്നോട് ശിശുപാലൻ സാർ പറയാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, അതായത് ഗുരുദേവൻ്റെ ജ്ഞാനമണ്ഡലവും ഗുരുദേവൻ്റെ കർമ്മമണ്ഡലവും രണ്ടും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ സനാതനധർമ്മത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഗുരുദേവനെ, അതായത് ഇതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഗുരുദേവനെ പറ്റിയും പറയേണ്ടി വരും, സനാതനധർമ്മത്തെയും പറ്റി പറഞ്ഞിട്ട് ഇത് രണ്ടും തമ്മിലുള്ള സമാനതകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഗുരുദേവനാണല്ലോ നമ്മുടെ ഇപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുതുമുത്തച്ഛന്മാരോടൊപ്പം ഇവിടെ ജീവിച്ചിരുന്നു. വിട്ടുപോയിട്ട് ഇത്രയും നാളുകളെ ആയിട്ടുള്ളൂ. ഇന്ന് കേരളത്തിൽ ഏതൊരു നാരായണീയരോടും ഗുരുദേവൻ ആരായിരുന്നു, അല്ലെങ്കിൽ ഗുരുദേവനെ പറ്റി എന്തെല്ലാം അറിയാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു 10 വാചകങ്ങൾ ആരും പറയും. ഗുരുദേവൻ്റെ ജനനമോ സമാധിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഗുരുദേവനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അതിനും പലർക്കും ഉത്തരമുണ്ട്. ഗുരുദേവൻ ഞങ്ങൾക്ക് ദൈവമായിരുന്നു, അവതാരമായിരുന്നു, അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നാൽ ഗുരുദേവൻ ഇവിടെ നമ്മൾക്കിന്ന് ഇതുപോലെ ഇവിടെ ജീവിക്കാൻ, ഇതുപോലെയുള്ള ഒരു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുവാൻ ഗുരുദേവൻ ചെയ്തു തന്ന കാര്യങ്ങൾ എന്താണ്? എന്തായിരുന്നു ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കിന്ന് ഈ ഒരു സ്ഥിതിയിലെത്താൻ എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പറയാൻ. വലിയ ബുദ്ധിമുട്ടാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോഴും ഈ ഗുരുദേവൻ്റെ 100 വർഷങ്ങൾക്കപ്പുറം, നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മളുടെ 100 വർഷങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്ന ഇല്ലായ്മകളെപ്പറ്റിയും വല്ലായ്മകളെപ്പറ്റിയും, പിന്നെ നമ്മളുടെ അസ്വാതന്ത്ര്യങ്ങളെപ്പറ്റി, ഗതാഗത സ്വാതന്ത്ര്യമില്ലായിരുന്നു, ക്ഷേത്ര സ്വാതന്ത്ര്യമില്ലായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ, വസ്ത്ര സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഇങ്ങനെ പോകുന്നു ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കാര്യങ്ങൾ. പിന്നെ മൂക്കുത്തിയിട്ടതിൻ്റെ പേരിൽ, മൂക്ക് മുറിച്ചവരുടെ, കാതിപ്പൂട്ടതിൻ്റെ പേരിൽ, കാത് മുറിച്ചവരുടെ, മുലക്കരം ചോദിച്ചതിൻ്റെ പേരിൽ, മുലകൾ മുറിച്ച് മരിച്ചു വീണവരുടെ, അല്ലെങ്കിൽ കഴുത്ത് വെട്ടിയവരുടെ, ജാതി, ഇങ്ങനെ പോകുന്നു നമ്മളുടെ കഥകൾ. നമ്മൾ യൂട്യൂബും സോഷ്യൽ മീഡിയയും ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. മാത്രമല്ല ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ ക്ലാസ്സുകളും പഠനങ്ങളും ലേഖനങ്ങളും ഗുരുദേവനെ പറ്റി ആയിരിക്കാം. ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ തന്നെ ഓരോ ശാഖയിലും, ഞാൻ ഉൾപ്പെട്ട ശാഖയിൽ
ഒരാഴ്ച 4 ആഴ്ച പ്രാർത്ഥന, പിന്നെ മാസപ്രാർത്ഥന, പിന്നെ ചതയപ്രാർത്ഥന, പിന്നെ ശാഖയിൽ ഒരു മലയാള മാസം 1-ാം തീയതി ഒരു പ്രാർത്ഥന, പിന്നെ ഒരു ചതയപ്രാർത്ഥന, പിന്നെ ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നു, പിന്നെ കന്യയഞ്ച് ആചരിക്കുന്നു, പിന്നെ വൃശ്ചികമാസത്തിലെ 41 ദിവസം വായന, പിന്നെ എന്ന് വേണം, പിന്നെ പ്രതിഷ്ഠാ വാർഷികം, ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇവിടെ എല്ലായിടത്തും തന്നെ നമ്മൾ ഗുരുദേവനെയല്ല, കൂടുതലും ഇതുപോലെയുള്ള ഗുരുദേവനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഗുരുദേവനെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുത കഥകൾ, ഗുരുദേവൻ ചെയ്ത അത്ഭുത കഥകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള ഈ പല പല ബുദ്ധിമുട്ടുകളും 100 കൊല്ലത്തിന് മുമ്പ് വന്നത് ഏതെല്ലാമോ വേറെ ചില സമുദായങ്ങളുടെ അട്രോസിറ്റീസ് കൊണ്ടാണെന്നോ അവരുടെ കാര്യങ്ങൾ കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നാം ഈ കേൾവിക്കാരുടെ കർണപുടങ്ങളിലേക്ക് ഈ വെറുപ്പിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ ഇന്നും വിതച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യരാണെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകളാണ് കേൾവിക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ 100 കൊല്ലം. അപ്പം പിന്നെ അതുപോലെ തലവെട്ടിയവരുടേത്, കുളത്തിലിട്ടവരുടെ കഴുത്ത് വെട്ടി, ഇതൊക്കെ 100 വർഷത്തിന് മുമ്പ് നടന്ന കഥകളാണ്. ഇന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടമല്ല ഇപ്പോഴിവിടെയുള്ളത്. അയിത്തവും പറഞ്ഞ് ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞ് നടന്നവരും അവരെ പേടിച്ച് ആവശ്യത്തിന് വസ്ത്രം ഒറ്റമുണ്ടും ഉടുത്ത് തോട്ടിൻകരയിലും കൈതക്കാട്ടിൽ പുറകിൽ ഒളിച്ചവരും ഒന്നും ഇക്കാലത്തില്ല. അന്യോന്യം സഹകരിച്ച് മാത്രമേ ജീവിക്കാനൊക്കൂ എന്നും നമ്മൾക്കറിയാം. പിന്നെ എന്തിനിത്? ഇതൊക്കെ കാലിക പ്രധാനമായിട്ടുള്ള കാലികമായിരുന്നു. അക്കാലത്ത് ഇതൊക്കെ വേണമായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടു, അതൊക്കെ ആ സമയത്ത് ആവശ്യമായിരുന്നു, അതൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് എഴുതി വെച്ചു. ഇപ്പോൾ നമ്മൾക്കറിയാം, ആലുവായിൽ നടന്ന വേൾഡ് റിലീജിയസ് പാർലമെൻറ്റിൻ്റെ 100-ാം വാർഷികം നമ്മൾ കണ്ടതാണ് 2-3 മാസങ്ങൾക്ക് മുമ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ക്രൈസ്തവ സഭയുടെ ആഗോള ആസ്ഥാനമായ റോമിലെ വത്തിക്കാനിൽ കാലം ചെയ്ത മാർപ്പാപ്പ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ ആ ഒരു പരിപാടിയിൽ ദൈവദശകം മലയാളത്തിലല്ല ചൊല്ലിയത്, ലാറ്റിൻ ഭാഷയിലാണ് ചൊല്ലിയതെങ്കിലും നമുക്കൊക്കെ തോന്നിയൊരു സന്തോഷം. അപ്പോൾ പോപ്പ് തിരുമേനി പറഞ്ഞതുകൊണ്ട് തന്നെ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ ക്രൈസ്തവ സഭയുടെ നേതാവ് ആയിട്ടുള്ള മാർപ്പാപ്പ തിരുമേനി പറഞ്ഞതുകൊണ്ട് തന്നെ തിരുമേനി പറയുന്ന കാര്യങ്ങൾ പല രാജ്യങ്ങളിലേക്കും എത്തുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി. ആ മനുഷ്യന് അന്യോന്യം സഹകരണത്തോടുകൂടി ജീവിക്കാൻ ഗുരുദേവൻ്റെ ദർശനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത്. വർഗവും വർണ്ണവും രാഷ്ട്രീയവും നിറവും ധനവും എല്ലാം മാറ്റിവെച്ച് ലോകത്തിലെ ഏതൊരു കോണിലും ജീവിക്കുന്ന ആൾക്കാർക്ക് ഗുരുദേവ ദർശനങ്ങൾ ആവേശം പകരുക തന്നെ ചെയ്യും, ആൾക്കാരെ മുന്നോട്ട് നടത്തുക തന്നെ ചെയ്യും, അതേത് നാട്ടിലായാലും. അപ്പോൾ ഇനിയും ഗുരുദേവ ദർശനങ്ങൾ പല പല രാജ്യങ്ങളും കടന്ന് പല പല വൻകരകളും കടന്നു പോവുക തന്നെ ചെയ്യും. കാരണം ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ പരമാർത്ഥമായ സത്യങ്ങളാണ്, ബൃഹത്തായ അറിവാണ്, പരമമായ അറിവാണ്. പരമമായ സത്യത്തെ എല്ലാ കാലവും മൂടിവെക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുദേവ ദർശനങ്ങൾ ഇനിയും പല രാജ്യങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. എന്തായാലും നമ്മുടെ ഗുരുദേവനെ, നമ്മളുടെ ഈ കേരളത്തിൻ്റെ അഭിമാനമായ ഗുരുദേവനെ ലോക ഗുരുക്കന്മാരുടെ പട്ടികയിലേക്ക്, ആ പീഠത്തിലേക്ക് എത്തിക്കുവാൻ ശിവഗിരിയിലെ സന്യാസിമാർ എടുത്ത എഫേർട്ടിന് തീർച്ചയായിട്ടും ഈ സമയത്ത് ഇവിടെ നിന്നാണെങ്കിലും ഞാനും പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ ഒരു മഹാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്? ഒരു മഹാത്മാവിന് ഇത്ര ആൾക്കാരുടെ ശിഷ്യഗണങ്ങളുണ്ട്,
ഇത്ര പേരുടെ ശക്തിബലമുണ്ട്, സൗന്ദര്യം, ധനസമ്പത്ത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ നമ്മളൊരു മഹാത്മാവിനെ അറിയേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ്. ഒരു മഹാത്മാവിനെ നമ്മൾ അറിയുന്നത് ആ മഹാത്മാവ് ഭാവി തലമുറയ്ക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി എന്തെല്ലാം സംഭാവനകളാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കാലിക പ്രധാനമായിട്ടുള്ള ഗുരുദേവൻ ജനിച്ചപ്പോൾ കരഞ്ഞു, അല്ലെങ്കിൽ ഗുരുദേവനെ ശിവഗിരിയിലും ആലുവായിലും ഒരേ സമയത്ത് കണ്ടു, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ അത്ഭുത രോഗശാന്തികൾ, ഇതിലൊന്നുമല്ല ഗുരുദേവനെ ഇപ്പോൾ ലോക ഗുരുക്കന്മാരുടെ പീഠത്തിലേക്ക് ഉയർത്തിയത്. ഇതിൻ്റെയൊന്നും ബേസിസിലല്ലല്ലോ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് അതൊക്കെ കാലിക പ്രധാനമായിരുന്നു. നമ്മൾ ഗുരുദേവനെ അറിയേണ്ടത് കാലാതീതമായി ഗുരുദേവൻ എന്താണ് തന്നിട്ടുള്ളത്. എല്ലാ കാലത്തും വരും തലമുറയിലും ഗുരുദേവൻ പറഞ്ഞു തന്ന, കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾക്കായിക്കോട്ടെ, ദർശനങ്ങൾക്കായിക്കോട്ടെ, ഉപദേശങ്ങൾക്കായിക്കോട്ടെ, സന്ദേശങ്ങൾക്കായിക്കോട്ടെ, ഗുരുദേവൻ എഴുതി വെച്ച ലിറ്ററേച്ചറിനായിക്കോട്ടെ, അതിന് എന്തു പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു അറിവിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഗുരുദേവനെ എത്തിക്കുവാൻ, യഥാർത്ഥമായ ഒരു ഗുരുദേവനെ എത്തിക്കുവാൻ ഈ കുളത്തൂർ ലൈബ്രറിയും ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രവും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആശംസകൾ കൂടി ഇത്തരുണത്തിൽ അർപ്പിക്കുന്നു. ഇനിയും കൂടുതൽ ഗുരുദേവനെ അറിയാനും, അറിയിക്കുവാനും, പഠിക്കുവാനും, പഠിപ്പിക്കുവാനും, പ്രചരിപ്പിക്കുവാനുമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കട്ടെ എന്നും ഇത്തരുണത്തിൽ ആശംസിക്കുന്നു. അപ്പോൾ ഗുരുദേവൻ എന്താണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്? ഏത് മഹത്തരമായ അറിവാണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്? അതും സനാതനധർമ്മവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഗുരുദേവൻ തൻ്റെ വീട്ടിൽ നിന്നും ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഉപേക്ഷിച്ച് അവരെ പിന്നിലാക്കിക്കൊണ്ട് കേരളത്തിലൂടെ, സമൂഹത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഗുരുദേവൻ എന്തായിരിക്കാം ഇവിടെ കണ്ടത്? തെറ്റായ രീതിയിലുള്ള ജാതി വ്യവസ്ഥ മൂലം അധർമ്മത്തിലേക്കും അനീതിയിലേക്കും കൂപ്പുകുത്തിയ ഒരു ജനസമൂഹത്തെ, 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ഗുരുദേവൻ ഇവിടെ കാണുന്നത്. ഒന്ന്, നമ്മൾ സവർണർന്ന് പറയാൻ പാടില്ല, എങ്കിലും തൽക്കാലത്തെ ആ റെഫറൻസിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. അതായത് ആഠ്യത്വവും മറ്റും പറഞ്ഞ് ഹോയ് എന്ന് പറഞ്ഞുകൊണ്ട് ആഠ്യത്വം ഭാവിച്ച് നടന്നവർ ഒരു വശത്ത്, അവർക്കെല്ലാം വേണ്ടിയിട്ട് എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട്, എന്നാൽ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാര ആ പാതയിലേക്ക് വരാൻ സാധിക്കാതെ ഗുരുദേവൻ്റെ ഫോട്ടോ മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കാതെ എല്ലാ സൗകര്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട്, എല്ലാ സൗകര്യങ്ങളും അവർക്ക് നിഷേധിച്ചുകൊണ്ട്, എന്നാൽ അവർ വേണം ഇവിടെ ജീവിക്കുവാൻ. അതായത് ചെളിയിൽ ജീവിച്ച്, ജലിയിൽ ജനിച്ച്, ചേറിൽ മരിച്ച്, ചേറിൽ തന്നെ ജീവിതം ഒടുങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ഇങ്ങനെ രണ്ടാമത്തെ കൂട്ടം. കാളയ്ക്ക് പകരം നുകവും കഴുത്തിലെഴുത്തിക്കൊണ്ട് പാടമുഴുതവർ, കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാൻ പറ്റാതെ മുലപ്പാൽ വറ്റിപ്പോയ അമ്മമാർ, ഇവരെയൊക്കെ ഗുരുദേവൻ തൻ്റെ യാത്രയിലുടനീളം കാണുകയാണ്. ഇനിയും ഇവരൊന്നും കാണാത്ത വേറെ ഒരു കൂട്ടം ഒരാൾക്കാർ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യർ എന്ന പേർ പോലും എഴുതി ചേർക്കാൻ നെറ്റിയിൽ പറ്റാതെ എവിടെയൊക്കെയോ ഒളിവിലും മറവിലും ജീവിച്ചവർ, അങ്ങനെയും ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുദേവന് ഉയർത്തേണ്ടിയിരുന്നത് എല്ലാ ആൾക്കാരെയും ഒരുപോലെയാണ്. പലരും പറയാറുണ്ട് ഗുരുദേവൻ സവർണ മേധാവിത്വത്തിൻ്റെ ചുവട്ടിൽ വാഞ്ഞു വെട്ടി കോടാലി, ഒരു വെട്ടും വെട്ടിയിട്ടില്ല ഗുരുദേവൻ ആരെയും വലിച്ചു താഴ്ത്തിയിട്ടല്ല, പിന്നെയോ എല്ലാവരെയും ഒരുപോലെ ഉണർത്താൻ, എല്ലാവരെയും ഒരുപോലെ ഉയർത്താൻ, എല്ലാവരിലും ഒരുപോലെ ഈ ലോകത്തിന് നിങ്ങളും അവകാശികളാണ് എന്ന് തിരിച്ചറിയിക്കുവാൻ ഇവർക്കെന്താണ് കൊടുക്കാൻ സാധിക്കുന്നത്? ഇതാണ് ഗുരുദേവൻ്റെ ചിന്ത. അല്ലാതെ ആരും ഒരു വൈരാഗ്യവും ഗുരുദേവനില്ല. എല്ലാവരെയും ഒരുപോലെ ഉണർത്തിയാൽ മാത്രമേ ഈ കേരളീയ സമൂഹത്തെ
ഉണർത്താൻ സാധിക്കുകയുള്ളൂ. ആ ചിന്തയിൽ ഗുരുദേവൻ അങ്ങനെ നടക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, എത്രയോ പ്രാവശ്യം ആ യാത്രയിൽ ഗുരുദേവൻ സംപൂജ്യനായ ചട്ടമ്പി സ്വാമികളെ കാണുന്നു. പിന്നീട് മഹാനായ അയ്യാവു സ്വാമികളെ കാണുന്നുണ്ട്. വീണ്ടും അവിടെ നിന്നും മരുത്വാമലയിലേക്ക്. അവിടെ നീണ്ട തപസ്, എത്രയോ വർഷങ്ങൾ തപസ്, ധ്യാനം, മനനം, ഇതെല്ലാമായിട്ട് മരുത്വാമല. അപ്പം നമ്മളൊക്കെ ഈ ധ്യാനം, തപസ് എന്നൊക്കെ കേട്ടാൽ നമ്മൾ ഈ ടി വിയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ കണ്ണുമടച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി അവിടെ ഇരിക്കുന്ന ഒരു രൂപമാണ്. അതല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു വിഷയത്തിലേക്ക് ചിന്തിക്കുക. തപസ്സെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി ശരീരത്തിനെയും മനസ്സിനെയും എല്ലാ ദ്വന്ദ്ങ്ങളിലൂടെയും തപിപ്പിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചിന്തകളാണ്. അല്ലാതെ കണ്ണുമടച്ച് വെറുതെ ഇരിക്കുകയല്ല, തപിപ്പിക്കുകയാണ് സന്തോഷപൂർവം. ആ ചിന്തകളിൽ, എത്രയോ വർഷത്തെ ചിന്തകൾ, ആ ചിന്തകളിൽ നിന്ന് ഗുരുദേവന് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുകയാണ്. എങ്ങനെയാണ് ഈ കേരളത്തെ ഉയർത്തേണ്ടത്? ആ ഉത്തരങ്ങളെല്ലാം എവിടെ നിന്നാണ് ഗുരുദേവൻ കണ്ടെത്തിയത്? അവിടെയാണ് നമ്മൾ ഗുരുദേവനെ പാദനമസ്കാരം ചെയ്യേണ്ടത്. ഗുരുദേവൻ ഇതിൻ്റെ എല്ലാം ഉത്തരം തേടിപ്പോയത് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിലേക്കാണ്, സനാതനധർമ്മത്തിലേക്കാണ്, നമ്മളുടെ വൈദിക കാലഘട്ടത്തിലേക്കാണ്, വേദങ്ങളിലേക്കാണ്, അറിവുകളിലേക്കാണ്. അവിടെയാണ് സനാതനധർമ്മം എന്ന വാക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഈ സനാതനധർമ്മം? ഗുരുദേവൻ ഈ സനാതനധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണോ സംസാരിച്ചത്, ജീവിച്ചത്, പ്രവർത്തിച്ചത്, എഴുതിയത്? ഇതെല്ലാം നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗുരുദേവൻ ആ ഒരു മരുത്വാമലയിൽ നിന്നും പിന്നീട് നേരെ ജനസമൂഹത്തിലേക്കാണ് വരുന്നത്. നമ്മൾ പിന്നീട് കാണുന്ന ഗുരുദേവൻ അരുവിപ്പുറത്താണ്. അവിടെ എഴുതി വെച്ചു ഗുരുദേവൻ, എല്ലാവർക്കും അറിയാം, ജാതിഭേദം മതദ്വേഷം എന്നുള്ള 4 വരികൾ. ഗുരുദേവൻ അത് എഴുതി വെച്ചത് ശരിക്കും നമ്മൾ പറയും അരുവിപ്പുറത്താണ്, ഒരു ഫലകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഗുരുദേവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പോലും ഇപ്പോഴും സാധിക്കാതെ വന്നത്. കാരണം ഗുരുദേവൻ എഴുതി വെച്ചത് അവിടെയല്ല, കേരളീയ സമൂഹത്തിൻ്റെ ഹൃദയത്തിലാണ് ആ 4 വരികൾ എഴുതിയിട്ടത്. ആ ഒരു 4 വരിയുടെ വിത്തുകളാണ് ഗുരുദേവൻ കേരള മണ്ണിനെ ഉഴുതുമറിച്ച് വാരി വിതറിയത്. ആ വിത്തുകളാണ്. അതുകൊണ്ടല്ലേ ഇന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ ജാതി വ്യവസ്ഥയും ഈ അനീതിയും അക്രമവും ഉണ്ടായിട്ടും എങ്ങനെയാണ് കേരളത്തിന് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിൽ വരാൻ നോക്കിയത് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കോർ, അതിൻ്റെ അടിസ്ഥാനം. ഗുരുദേവൻ എഴുതി വെച്ചത് മാതൃകാ സ്ഥാനമാമിത് എന്നാണ്. വേണമെങ്കിൽ മാതൃകാ ക്ഷേത്രമാണിതെന്ന് എഴുതി വെക്കാമായിരുന്നു. ഗുരുദേവൻ അത് ചെയ്തില്ലല്ലോ. ക്ഷേത്രമെന്നൊക്കെ എഴുതി വെച്ചാൽ ഗുരുദേവന് തന്നെ അറിയാം, പിന്നെ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, പിന്നെ ആ ഒരു ആചാര വിചാരങ്ങൾ വരും, ആചാര അനുഷ്ഠാനങ്ങൾ വരും. ആ ഒരു നമ്മളുടെ ഈ കേരളത്തിൽ ഇന്നും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വലിയതായിട്ട് ജാതീയ അല്ല, വല്ലപ്പോഴുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വരുന്നുണ്ട്. അത് പിന്നെ പോട്ടെ, 3-3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമല്ലേ. എന്നാലും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഗുരുദേവൻ ഈ വാരി വിതറിയ മുത്തുകളാണ് നമ്മളുടെ മനസ്സിൽ പൊട്ടിമുളച്ചത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏത് ജാതി മതസ്ഥരാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ അതുണ്ട്. അതിൻ്റെ വിത്താണ് ഗുരുദേവൻ നമുക്ക് ഇട്ടു തന്നത്. നമ്മളിപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ, എന്തിനാ ഈ പ്രശ്നം? കാര്യം നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ തന്നെ ഏതെല്ലാം ജാതിയിൽപ്പെട്ടവരുണ്ട്, പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയാതെ പറയുന്നുവെങ്കിൽ ഗുരുദേവൻ ആ അരുവിപ്പുറത്ത് അത് തന്നെ എഴുതി വെച്ച്, അത് തന്നെയാണ് ഗുരുദേവൻ നമ്മളുടെ ഹൃദയത്തിലാണിത് എഴുതി വെച്ചത്. അത് നമുക്കിങ്ങനെ ഒരു മൈക്ക് കിട്ടുമ്പോൾ ഇവിടെ വന്നിരുന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതല്ല ആ 4 വരി. ഗുരുക്കന്മാർ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് അത് നമ്മളുടെ മനസ്സിലാണ് നമ്മളത് പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും മനസ്സിലേക്കാണത് ചെല്ലേണ്ടത്. അവിടെയാണതിരിക്കുന്നത്.
അതാണ് ഗുരുദേവൻ്റെ ഏറ്റവും ആദ്യമായിട്ട് നമ്മളോട് സംവദിക്കുന്നത്. ആ ഒരു 4 വരിയിലൂടെയാണെങ്കിൽ അത് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഇനിയും നമ്മൾക്ക് നോക്കാം. അപ്പോൾ സനാതനധർമ്മം എന്താണ്? അതൊരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത് ശിശുപാലൻ സാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പലപ്പോഴും ടി വിയിലും സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയും എല്ലാം തന്നെ എന്താണ് സനാതനധർമ്മം സനാതനധർമ്മം എന്നുള്ള വാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം സനാതനധർമ്മവും ഗുരുദേവനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ രണ്ടിനെ പറ്റിയും പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സനാതനധർമ്മത്തിലാണോ ഗുരുദേവൻ വിശ്വസിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ 100% അതെ. ഇനി 101% കണക്കുണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ. കാര്യം 10-40 കുടുംബക്കാർ ഗുരുദേവനെ കണ്ടിട്ട്, ഗുരുദേവ, ഞങ്ങൾക്ക് ഈ സവർണരുടെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു മതത്തിലേക്ക് മാറുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്, ഈ മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് മാറിയാൽ നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? മതങ്ങളെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ മതങ്ങൾ കയ്യാളുന്നവരുടെ ആണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് മതമല്ല നന്നാവേണ്ടത്, മനുഷ്യരാണ്. മതം ഏതായാലും മനുഷ്യർ നന്നാകണം. ഇനി നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിലേക്ക് മാറിക്കൊള്ളൂ എന്ന് ഗുരുദേവൻ പറയുമ്പോൾ സനാതനധർമ്മം എന്താണെന്ന് ഗുരുദേവന് നന്നായി അറിയാം. അല്ലെങ്കിൽ ഗുരുദേവന് പറയാമായിരുന്നു, ഇവിടുത്തെ മതങ്ങളൊക്കെ മോശം, ഞാനൊരു പുതിയ മതം തുടങ്ങാൻ പോവാ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നല്ലല്ലോ പറഞ്ഞത്. സനാതനധർമ്മത്തിലേക്ക് മാറിക്കൊള്ളൂ. അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്ത ഒരാളിനങ്ങനെ പറയാൻ സാധ്യമല്ല. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് അതൊരു മതമല്ല, അതൊരു ജാതിയല്ല, അതിനൊരു സ്ഥാപക നേതാവില്ല, അതിനൊരു ലീഡറില്ല. പിന്നെ എന്താണ് സനാതനധർമ്മം? ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ലിവിങ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ്. അതാണ് സനാതനധർമ്മം. ഒരു ജീവിത രീതിയാണത്. അതിനൊരു സ്ഥാപക നേതാവില്ല. രാമനും കൃഷ്ണനും പരശുരാമനും ഒന്നും സനാതനധർമ്മത്തിൻ്റെ ആൾക്കാരല്ല. അവർ ജനിച്ചു വീണതുപോലും ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവും ജനിച്ചു വീണതുപോലും ഈ സനാതനധർമ്മത്തിലേക്കാണ്. കാര്യം സനാതനധർമ്മം എന്ന് പറയുന്നത് 10,000 നമ്മളുടെ ചരിത്ര രേഖകളിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏകദേശം 10,000 കൃത്യമായിട്ട് അവർക്ക് ഒരു ഡേറ്റ് അല്ല, റഫ്ലി ഈ സമയത്താണിതുണ്ടായത്. പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ് ഈ ത്രേതായുഗവും ദ്വാപരയുഗവും, അതായത് ശ്രീകൃഷ്ണൻ്റെ കാലവും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാലവും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാലവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇതൊരു ജീവിത രീതിയാണ്. ഈ സനാതന ധർമ്മത്തിലെ ധർമ്മം എന്നുള്ള വാക്ക് നമ്മൾക്ക് ആദ്യം ഒന്നെടുക്കാം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്ത്? ധർമ്മം എന്ന് പറഞ്ഞാൽ ധാര്യതേ ഇത് ധർമ്മം എന്നാണ്. അതായത് എന്താണ് ധരിക്കുന്നത്, എന്താണ് ധരിക്കേണ്ടുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആരാണ് ധരിക്കേണ്ടത്? മനുഷ്യർ തന്നെയാണ്. എങ്ങനെ മനുഷ്യർ അവരുടെ ധർമ്മങ്ങൾ പുലർത്തണം, എപ്പോഴാണ് അവർക്ക് ധർമ്മങ്ങൾ പുലർത്തേണ്ടി വരുന്നത്, എന്താണപ്പോൾ ധർമ്മം? അതായത് നമ്മളുടെ പൂർവ്വസൂരികളായ മഹർഷീശ്വരന്മാരുടെ നിരീക്ഷണത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോഴല്ല, നൂറ്റാണ്ടുകൾക്ക് അവർക്ക് മനസ്സിലായ കാര്യം, ഈ പ്രപഞ്ചം ഒരു താളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ താളം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ താളം പക്ഷിമൃഗാദികളോ വൃക്ഷലതാദികളോ അവരാരും ഈ താളത്തിനൊരു വിഘാതം ഉണ്ടാക്കുന്നില്ല. പക്ഷേ മനുഷ്യരാണ് ഇതിനൊരു വിഘാതം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് ഫോളോ ചെയ്യാൻ ഒരു നിയമാവലി ഇവിടെ വേണ്ടേ?
ഒരു ബൈലോസ് വേണ്ടേ? അതായത് സ്വാർത്ഥ താല്പര്യത്തിനായി ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ ചുറ്റും നിൽക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോ അല്ലെങ്കിൽ ഈ സമസ്ത സൃഷ്ടികൾക്കും അല്ലെങ്കിൽ ഈ സർവ്വചരാചരങ്ങൾക്കും യാതൊരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? ഓരോരുത്തരും അവനവൻ്റെ സ്വാർത്ഥ ലാഭത്തിനായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പാതയ്ക്ക് ഇവിടെ ചില നിയമാവലികൾ കൂടിയേ കഴിയും. ആ നിയമാവലികളെയാണ് ധർമ്മം എന്ന പേരിൽ അവർ അക്കാലത്ത് ലിപിയില്ല, എഴുതി വെച്ചു എന്ന് ഞാൻ പറയുന്നത് എഴുതി വെച്ചു എന്നായിപ്പോയി പറഞ്ഞത്, അങ്ങനെയല്ല. ആ കാലഘട്ടത്തിനെ വൈദിക കാലഘട്ടം എന്നാണ് പറയുന്നത്. വൈദിക കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ലിപിയില്ല, എഴുത്ത് ഭാഷ വന്നിട്ടില്ല. പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് വേദവ്യാസ മഹർഷി നമ്മുടെ ഈ പറഞ്ഞ അറിവുകളെയെല്ലാം, ഈ പറഞ്ഞ ശ്രുതികളെ, അന്നിതിനെ ശ്രുതികളെന്നാണ് പറയുന്നത്, ആ ശ്രുതികളെയെല്ലാം കമ്പൈൽ ചെയ്ത് വേദങ്ങളാക്കിയത് പിന്നീടാണ്. നമ്മൾക്കതിലേക്ക് പോകേണ്ട കാര്യം, നമ്മൾ അതിനു മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്, വൈദിക കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മഹർഷീശ്വരന്മാർ മനുഷ്യരുടെ സുഗമമായ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ സുഗമമായ മുന്നോട്ടുള്ള യാത്രയ്ക്കും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിന് യാതൊരു ദോഷവും വരുത്താത്ത വിധത്തിൽ എങ്ങനെ പെരുമാറണം എന്നെഴുതി വച്ചിട്ടുള്ള കുറേ ബൈലോസാണ് ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ധരിച്ചിരിക്കേണ്ട ചില കർത്തവ്യങ്ങൾ. ഈ ധർമ്മം എന്ന വാക്കിന് ഈ പറയുന്ന എല്ലാ മൂല്യങ്ങളെയും ഉൾപ്പെടുത്താൻ, എല്ലാ മൂല്യങ്ങളും ധർമ്മത്തിൻ്റെ പട്ടികയിൽ വരും. എല്ലാ മൂല്യങ്ങളും, അനുകമ്പയായാലും റെസ്പെക്റ്റ് ആയാലും സ്നേഹമായാലും എല്ലാ മൂല്യങ്ങളും ധർമ്മത്തിൻ്റെ പട്ടികയിലാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ എല്ലാം കൂടെ ധർമ്മത്തിൻ്റെ പട്ടികയിൽ വരുന്ന എല്ലാ മൂല്യങ്ങളെയും കൂടെ ഒന്നാറ്റിക്കുറുക്കി കാച്ചിയെടുത്താൽ 3 വാക്കുകൾ കിട്ടും: ഉത്തരവാദിത്വം, ചുമതലകൾ, അവകാശങ്ങൾ. ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ്. ഈ 3 വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നു ധർമ്മം എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രിവിലേജസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു വ്യക്തി അവൻ്റെ പല പ്രിവിലേജസും അവൻ്റെ പല അവകാശങ്ങളും അവനിവിടെ അവന് ആ അവകാശങ്ങൾ അവൻ ഇവിടെ അനുഭവിക്കുമ്പോൾ അതോടൊപ്പം വന്നു ചേരുന്ന ചില കർത്തവ്യങ്ങളും ചില റെസ്പോൺസിബിലിറ്റീസും കൂടെ ഉണ്ട്. അല്ലാതെ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് വായുവിൽ മുഷ്ടി ചുരുട്ടി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ആ അവകാശങ്ങളോടൊപ്പം വരുന്ന ഉത്തരവാദിത്വവും ഡ്യൂട്ടീസും ചുമതലകളും ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്നും ഇംഗ്ലീഷിൽ എല്ലാ വാക്കിനും ട്രാൻസ്ലേഷൻ പോയിട്ടുണ്ടെങ്കിലും ധർമ്മം എന്നുള്ള വാക്കിന് പാശ്ചാത്യർ ഇപ്പോഴും ധർമ്മ എന്നാണ് എഴുതുന്നത്. കാരണം ഈ വാക്കിൻ്റെ അർത്ഥവ്യാപ്തി അത്രയുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ, അവന് പ്രിവിലേജസ് ഉണ്ടെങ്കിൽ, അവൻ ചെയ്യേണ്ടതായിട്ടുള്ള ആ പ്രിവിലേജസിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൂടിയുണ്ട്. അല്ലാതെ എനിക്ക് പ്രിവിലേജസ് മാത്രം മതി. ഇപ്പോൾ നമുക്ക് പറയാം, ഒരു 15-16 വയസ്സുള്ള ഒരു കുട്ടി അവൻ്റെ അച്ഛൻ്റെ കൂടെ കാറിൽ പോവുകയാണെങ്കിൽ, ഒരു ഉദാഹരണമാണ്, അവൻ ചിലപ്പോൾ പറയും, അച്ഛാ എന്താ ഇത്രയും സ്പീഡ്? അടിച്ചു വിടച്ച കാറ് 100 കിലോമീറ്ററിൽ പോട്ടെ, ഹോൺ അടിച്ച് എല്ലാവരും റോഡിൽ നിന്നൊക്കെ ഒന്ന് മാറട്ടെ, റോഡിൽ നിന്ന് എല്ലാവരെയും ഒന്ന് ഹോൺ അടിച്ചടിച്ച് വിട്, ചവിട്ടി വിടച്ച, എന്താ ഹോൺ അടിക്കാത്തേ, എന്താ സ്പീഡ് വിടാത്തേ എന്നൊക്കെ പറയും. അച്ഛൻ ചിരിക്കത്തേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അവൻ അവകാശപ്പെട്ടവനാണ്. അവന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത്, ഞാൻ ചില സ്ഥലങ്ങളിൽ 60 കിലോമീറ്ററിൽ സ്കൂളിൽ പോകാൻ പാടില്ല, ചില സ്ഥലങ്ങളിൽ ഞാൻ ഹോൺ അടിക്കാൻ പാടില്ല, ചില സ്ഥലങ്ങളിൽ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നറിയുന്നത് അവന്
ആ അവകാശങ്ങൾ, ഡ്രൈവിംഗ് എന്നുള്ള ആ ലൈസൻസ് എന്നുള്ള അവകാശം അവൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് അവൻ അറിയുന്നത്, ഓ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതും ഞാൻ ചെയ്തേ പറ്റൂ. അല്ലാതെ വൈദിക കാലഘട്ടത്തിൽ എഴുതി വെച്ചു, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പം അച്ഛനെ അമ്മയെ ശുശ്രൂഷിക്കണം. ഇപ്പം ഈ അത്യന്താധുനിക കാലഘട്ടമാണ്, എനിക്ക് ആ കൈ പൊങ്ങുന്ന കാലം പോലെ അച്ഛനെയും അമ്മയും തല്ലിക്കണമെന്നാണോ? അല്ല. അതാണ് പറഞ്ഞത്, ആ കാലത്ത് എഴുതി വെച്ച ഈ ധർമ്മങ്ങൾ ഈ ഒരു കാലത്തും ബാധകമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മം എന്ന കൃതിയിൽ, ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ, അതായത് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ ആ അമ്മയെ എങ്ങനെ പരിചരിക്കണം. കാര്യം ആ അമ്മ ഒരു സന്താനത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ അമ്മയെ ഭർത്താവ് എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ പരിചാരകർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എങ്ങനെ നോക്കണം, ഇതെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ആ അമ്മയുടെ പ്രസവം, പിന്നീട് അമ്മയുടെ പരിചരണം, കുട്ടിയുടെ പേര് വിളിക്കൽ, കുട്ടിയുടെ കാതുകുത്തൽ, കുട്ടിയുടെ മുടി മുറിക്കൽ, പ്രകൃതിയെ ആദ്യമായി കാണിക്കുന്നത്, പിന്നെ വിദ്യാരംഭം, വിവാഹം, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മം എന്ന ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ എഴുതിയിരിക്കുന്നു. ഇനി അങ്ങനെയല്ല, സന്യാസം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ്, ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ എങ്ങനെയാണ്, ഗൃഹസ്ഥാശ്രമത്തിൽ അവൻ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ എന്നുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം, ഗുരുദേവൻ എഴുതിയിരിക്കുകയാണ്. കാര്യം, ഒരു വ്യക്തി ഇവിടെ ജീവിക്കുന്നു എങ്കിൽ അവന് ജന്മം കൊടുത്തത് അവൻ്റെ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ അവരോട് കടപ്പാടുണ്ട്, ചുമതലയുണ്ട്. ഈ ഭൂമിയിൽ അതുപോലെ മനുഷ്യർ, അവൻ്റെ സഹായികളായിട്ടുള്ളവർക്ക് അവരോടുള്ള യജ്ഞം, ഭൂതയജ്ഞം, ദൈവയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു, കൊള്ളാം, ഗുരുദേവൻ ഇങ്ങനെ എഴുതി. പക്ഷേ ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? ആദ്യം ഇത് നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഗ്രഹ്യസൂത്രം എന്ന കൃതിയിൽ വേദങ്ങളിലെ കൽപ്പശാസ്ത്രം, വേദങ്ങളുടെ 6 അംഗങ്ങളായ കൽപ്പശാസ്ത്രത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സനാതനധർമ്മത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഗുരുദേവനും പറഞ്ഞ്, ഒരു വ്യത്യാസവുമില്ല. അതായത് മനുഷ്യൻ പാലിക്കേണ്ടതായിട്ടുള്ള, തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള ഈ കർമ്മങ്ങളെ സനാതനധർമ്മം, അതായത് ശ്രീനാരായണ ഗുരുദേവൻ 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ജീവിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നമ്മെ വിട്ടുപോയി എങ്കിൽ ഈ വൈദിക കാലഘട്ടം, ഈ സനാതനധർമ്മം എഴുതി വച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, എത്ര നൂറ്റാണ്ടുകളെന്ന് പറയാൻ വയ്യാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതുതന്നെയല്ലേ ഇതും. ശ്രീരാമചന്ദ്രപ്രഭുവും ശ്രീകൃഷ്ണനുമെല്ലാം തന്നെ ഇതിനെയാണ് ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത്. ഷോഡശ സംസ്കാരം, അതാണ് ഗുരുദേവനും എഴുതിയിരിക്കുന്നത്. ഈ ഷോഡശ സംസ്കാരത്തിലേക്കാണ് ശ്രീകൃഷ്ണനായാലും ശ്രീരാമചന്ദ്രപ്രഭുവായാലും ജനിച്ചു വീണത്. നമ്മൾ അവരുടെയും കഥ വായിക്കുന്നില്ലേ, നാമകരണ ചടങ്ങ്, പിന്നെ ആദ്യത്തെ വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മളും വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഷോഡശ സംസ്കാരം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വൈദിക കാലഘട്ടങ്ങളിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ധർമ്മം. നമ്മൾ ധരിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളെയും ചില കർത്തവ്യങ്ങളെയും ചില ചുമതലകളെയും പറ്റി കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മൾക്ക് കിട്ടുന്ന അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതായത് അവകാശം നാം സ്വീകരിക്കുമ്പോഴും അതിനോടൊപ്പം വരുന്ന ഈ കർത്തവ്യങ്ങളെയും മറക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ധർമ്മം. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരാവുന്നത്, ഞാൻ എന്തിനായിക്കൊണ്ട് അപരൻ്റെ കാര്യത്തെ ശ്രദ്ധിക്കണം? ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ? കാര്യം, ഈ ലോകം ഇങ്ങനെ വിസ്താരമായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ പരന്നു കിടക്കുന്ന ഇവിടെ ഈ സ്ഥലത്ത് എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചാൽ എന്താണ്?
ആരാണ് അതിനെ ചോദ്യം ചെയ്യാൻ? അല്ലെങ്കിൽ ഞാൻ എന്തിന് അതിന് വഴങ്ങണം എന്നൊരു ചോദ്യം വരും. അവിടെയാണ് നമ്മളുടെ പൂർവ്വസൂരികളായ മഹർഷീശ്വരന്മാർ അതിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സനാതനം എന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ, എൻ്റെ ധർമ്മം ഞാൻ പരിപാലിക്കുമ്പോൾ ഞാൻ അപരനെ ഞാൻ പരിഗണിക്കണം? എൻ്റെ ആരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ? അപ്പം നമ്മൾ ഷോഡശ സംസ്കാരം നമ്മൾ പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സനാതനധർമ്മത്തിലുണ്ട്. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾക്ക് രണ്ടും സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി സനാതനം എന്ന വാക്കിലേക്ക് കടക്കുമ്പോഴോ എന്തിനായിക്കൊണ്ട് ഞാൻ അപരനെ എൻ്റെ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനിടയിൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്ന് വിചാരിച്ചു പോയാൽ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് സുഗമമായിരിക്കുകയല്ലോ എന്ന് നിരൂപിച്ച നമ്മളുടെ പൂർവികരായ നമ്മളുടെ ഋഷീശ്വരന്മാർ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ, നമ്മളെപ്പോലെയുള്ളല്ല 100% ബ്രെയിനും ഉപയോഗിച്ചവരാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ. ഐൻസ്റ്റൈൻ പോലും 40% ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ പൂർവികരായ ഈ മഹർഷീശ്വരന്മാർ 100% ഉപയോഗിച്ചവരായിരിക്കണം. കാര്യം അവർ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ പുറത്തുള്ള എല്ലാ വസ്തുക്കളും, തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാവുന്ന എല്ലാ കാര്യങ്ങളും, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടറിയാവുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും, അതായത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ടെങ്കിൽ, എല്ലാം ജീവനുള്ളതിനും ജീവനില്ലാത്തതുമെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തതിന് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ടോ, ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ബാക്കി ഇപ്പോൾ ഈ ഒരു പേപ്പർ തന്നെ ഇതിനു മുമ്പ് ഇതൊരു ഫൈബറായിരുന്നു. അതിനു മുമ്പ് അത് പല പല ഘട്ടങ്ങളിലൂടെ കാട്ടിലൊരു മരമായിരുന്നു, അതിനെ മുറിച്ചു, തടിയായി, ഫൈബറായി, പാപ്പറസായി, അങ്ങനെയാണല്ലോ ഈ പടമായി എൻ്റെ കയ്യിൽ വന്നത്. അപ്പോൾ ഓരോന്നും ഓരോ കാലഘട്ടത്തിൽ എൻ്റെ മുമ്പിൽ കാണുന്ന നാമവും രൂപവുമായി ഞാൻ ഈ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും, പക്ഷിമൃഗാദികൾക്കും, വൃക്ഷലതാദികൾക്കും ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഒരു ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട്. ആരാണിതിൻ്റെ പിറകിൽ? അനിത്യമായി ഈ കാണുന്ന എല്ലാറ്റിൻ്റെയും പുറകിൽ നിത്യമായിട്ടുള്ളത് എന്താണ്? കാര്യം ശാശ്വതമായി എന്തോ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാണുന്ന ശാശ്വതമല്ലാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒക്കൂ. അതൊരു സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നു, ട്രെയിൻ വരുന്നു പോകുന്നു. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിന് അടിസ്ഥാനമായി ഉറച്ച ഒരു റെയിൽപാതയുണ്ട്. അല്ലാതെ ട്രെയിൻ ഓടുകയാണ്, റെയിലും ഓടുകയാണെങ്കിൽ എന്തു പറ്റും? ഡീറെയിലായി പോകും. അപ്പം ഓടുന്ന ട്രെയിനിന് അടിസ്ഥാനമായി ഓടാത്ത നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനം വേണം. ഈ ഫാനൊക്കെ കറങ്ങുന്നു. ഫാൻ കറങ്ങുന്നതിന് ഫാനിൻ്റെ പ്രതലം ഉറച്ചാണ് ഇരിക്കുന്നത്. രണ്ടും കൂടെ കറങ്ങിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന എല്ലാറ്റിൻ്റെയും പുറകിൽ എന്തോ ഉണ്ട്. ആ എന്തോ ഉണ്ട് എന്നുള്ളതിനാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, അസ്ഥി. അസ്ഥിത്വം എന്നൊക്കെ പറയില്ലേ? അസ്ഥി നമ്മുടെ ഈ എല്ലിൻ്റെ അസ്ഥിയല്ല, മറ്റേ അസ്ഥിയാണ് അസ്ഥി. ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് എങ്കിൽ ആരാണ് അതിൻ്റെ പുറകിൽ? അതിൻ്റെ ഒരു ഊർജം. ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് അസ്തമിക്കുന്നെങ്കിൽ ആ സൂര്യൻ്റെ ഉദയാസ്തമനങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും അപ്പോഴാണ് ഭൂമിയിലെ വ്യവസ്ഥകൾ, ജീവജാലങ്ങളും എല്ലാം തന്നെ അവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഈ നിയമത്തിന് പിന്നിൽ? അവർ അന്വേഷിച്ചു. അവർ പുറത്തുള്ള കാര്യങ്ങളെയെല്ലാം അന്വേഷിച്ചു. ഇതിൻ്റെ പുറകിൽ ആരാണ് ഇത്ര നിയന്ത്രിതമായി? ഇതിൻ്റെ പുറകിൽ നിന്ന് എന്തോ ഒരു ശക്തിയുണ്ട്. കാരണം ഈ അനിത്യമായതിനെയെല്ലാം ശരിക്ക് കൊണ്ടു നടക്കണമെങ്കിൽ നിത്യമായ എന്തെങ്കിലും അതിൻ്റെ പുറകിൽ വേണമെന്ന് മനസ്സിലാക്കിയ അവർ തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഒന്ന് നിയന്ത്രിച്ച്
ഇതിനെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, ഇതെന്താണെന്നൊന്നറിയണമല്ലോ എന്ന് വിചാരിച്ച് അവരൊരു പരീക്ഷണം നടത്തി. അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഈ ലാബറട്ടറികളിലൊന്നും ആയിരുന്നില്ല. അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഉള്ളിലേക്കായിരുന്നു. ഇത്രയും നാൾ ഞാൻ പുറത്ത് കണ്ടു നടന്ന കാര്യങ്ങളെ ഞാൻ എൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിച്ച് ഞാനൊന്ന് നോക്കി. അതിനൊരു രീതിയുണ്ട്. ആ രീതിയെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നമ്മളുടെ ഉപനിഷത്തുകളിൽ, അതായത് വൈദിക കാലഘട്ടങ്ങളിലുണ്ടായ ഉപനിഷത്തുകളിൽ. അതിലെ ഒരു ഉപനിഷത്തിൽ പറയുന്നു, പരാഞ്ചികാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യേകാത്മാനമൈഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ. അതായത് എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്കായി ഇരിക്കുന്നത് കൊണ്ട് അതിനെയെല്ലാം കശ്ചിദ്ധീര, ഏതോ ഒരു ധീരൻ ഇവയെയെല്ലാം ഒന്ന് നിയന്ത്രിച്ച് ഉള്ളിലേക്കൊന്ന് നോക്കി. അതിനും ധീരനെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കഠോപനിഷത്തിലുള്ളതാണ്. അങ്ങനെ ഉള്ളിലേക്ക് അവനൊന്ന് നോക്കി, എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്ന, നിയന്ത്രാതാവായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന, നിദാനമായിരിക്കുന്ന ഈ സത്യമേത്, അതറിയാൻ അവരുള്ളിലേക്കൊന്ന് നോക്കി. ആ നോട്ടമാണ് ഈ പറഞ്ഞത്. ഇനി വേറൊരു ഉപനിഷത്തിൽ പറയും, കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ വിനക്തി. ഞാൻ ഈ സംസ്കൃതത്തിൽ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അപ്പോൾ അല്ലെങ്കിൽ വിചാരിക്കും ഞാൻ ഏതെങ്കിലും എവിടുന്നെങ്കിലും കോട്ട് ചെയ്യുവാണ്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ആദ്യം പറഞ്ഞത് കഠോപനിഷത്തിലാണെങ്കിൽ പിന്നെ പറഞ്ഞത് കേനോപനിഷത്തിലാണ്. ഇതൊക്കെ വൈദിക കാലഘട്ടത്തിലുണ്ടായ ആ സനാതനധർമ്മത്തിൻ്റെ കാലത്തുണ്ടായ കാര്യങ്ങളാണ്. അതിൽ പറയുന്നത് കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ വിനക്തി. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, എൻ്റെ മനസ്സിങ്ങനെ ഓരോന്നിലും പോയി വീഴുന്നുണ്ടല്ലോ, അതുപോലെ എൻ്റെ കണ്ണ് കാണുന്നുണ്ടല്ലോ, എൻ്റെ ചെവി കേൾക്കുന്നുണ്ടല്ലോ, ആരാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ? ഏത് സത്യമാണ് ഇങ്ങനെ നിലനിന്നുകൊണ്ട് നമ്മളെയെല്ലാം ഇതുപോലെ ചൈതന്യവത്താക്കുന്നത്? ഗുരുവിനോട് ചോദിക്കുകയാണ്. അതുപോലെ അതിൽ ചോദിക്കുന്നത് കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത എന്നാണ്. പ്രഥമ പ്രാണൻ ഞാൻ എങ്ങനെ എടുത്തു? പ്രഥമ പ്രാണൻ എന്നെ എടുക്കാൻ ആരാണ് സഹായിച്ചത്? ഏതായിരുന്നു പ്രഥമ പ്രാണൻ? നമ്മൾ പറയും നമുക്ക് 5 പ്രാണന്മാരുണ്ട്. അതൊന്നുമല്ല. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ശ്വസിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ആരാണ് എന്നെ ശ്വാസമെടുക്കാൻ എന്നെ സഹായിച്ചത്? ആരുടെ നിയന്ത്രണത്തിലാണത്? അപ്പോൾ നമ്മൾ പറയും അതിങ്ങനെ തിയേറ്ററിൽ കുഞ്ഞങ്ങോട്ട് പ്രസവിച്ച് വീണപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം കൂടെ പറഞ്ഞു ശ്വാസം എടുത്തോ മോനെ, ശ്വാസം എടുത്തോ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ല. ആരാണ് ആ ശക്തി? ആരുടെ നിയന്ത്രണത്തിലാണ് ഞാനെന്ന് ശബ്ദം? അതുകൊണ്ടാണ് പ്രഥമ പ്രാണപൈതിയുക്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഥമ പ്രാണൻ ഞാൻ എങ്ങനെ എടുത്തു? ഇനിയും ഇതേ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഈ ഉള്ളിലേക്ക് നോക്കാനുള്ള ഈ രീതിയെ പറഞ്ഞ കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്ര നൂറ്റാണ്ടുകളെന്ന് പറയാൻ വയ്യാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ മഹർഷീശ്വരന്മാർ എഴുതിയെങ്കിൽ ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ മുതുമുത്തച്ഛന്മാരോടൊപ്പം ജീവിച്ച ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ചോദിക്കുന്നു, 1-ാം ശ്ലോകത്തിൽ തന്നെ, കോ അഹം, 4-ാമത്തെ വരിയിൽ, കോ അഹമിതം ഇതം ജഗത് കുതഹ. ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ ആര്? ഈ ജഗത്ത് എങ്ങനെയുണ്ടായി? ഇതം ജഗത്ത് കുതഹ, ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ 1-ാം ശ്ലോകത്തിൻ്റെ അവസാനത്തെ 2 വരികൾ. ഈ ജഗത്ത് എങ്ങനെയുണ്ടായി?
അപ്പം നമ്മൾ ജഗത്ത് എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ജഗത്തെന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അല്ല എന്ന് പറയുക. കൃത്യമായിട്ട് നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ജഗത്തെന്നൊരൊറ്റ വാക്കിൻ്റെ ഒരർത്ഥം ജ ഗ ത എന്ന 3 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ജ ഗ ത. ജ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, ഗ പോകുന്നു, ഗച്ഛതി പോകുന്നു, തി തിഷ്ഠതി നിലനിൽക്കുന്നു. അപ്പോൾ ശിഷ്യൻ ചോദിച്ചെന്താ, ഞാൻ ആരാണ്? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നു, അതെന്തുകൊണ്ട്? സെയിം കാര്യമല്ലേ? നേരത്തെ ഉപനിഷത്തിൽ പറഞ്ഞ അതേ കാര്യം ഗുരുദേവൻ ചോദിച്ചു. എന്നിട്ട് ഗുരുദേവനും ഇത് കണ്ടെത്താൻ നമ്മളോട് ഒരു രീതി പറഞ്ഞു തന്നു, ഒരു മാർഗം പറഞ്ഞു തന്നു. ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏത് രീതിയിലൂടെയാണ് നമ്മളോട് ഈ സത്യത്തെ കണ്ടെത്താൻ പറഞ്ഞത്? ഏതിലാ ബീന? അറിയാൻ വയ്യ, വളരെ അറിയാം. ഈ സത്യത്തെ കണ്ടെത്താൻ നമ്മൾ സ്വീകരിക്കേണ്ട രീതി എന്താണെന്ന് ഗുരുദേവൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഗുരുദേവന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഇവിടെ എല്ലാം ഈ കാണുന്ന ഈ അറിവുകളെല്ലാം, ഈ ഇൻഫർമേഷൻ എല്ലാം എനിക്ക് കൊണ്ടുതരുന്ന എൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നുള്ള ഇന്ദ്രിയങ്ങളെ ആരാണ് പ്രവർത്തിക്കുന്നത്? എന്തോ ഇവിടെ ഉണ്ട്. ആ ഒരു ഉണ്ട്, അസ്ഥി എന്നുള്ളതിന് ഗുരുദേവൻ ഒരു പേരും കൊടുത്തു, വളരെ നല്ലൊരു പേര്, അറിവ്. എന്നിട്ട് ഗുരുദേവൻ പറഞ്ഞു, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഗുരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന്. ബാക്കി നമുക്കറിയാം. ഗുരുദേവൻ്റെ കൃതികളെപ്പറ്റി ഇന്നതെന്ന് പറയേണ്ട കാര്യം അത് നമുക്കറിയാം. പക്ഷേ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കപോലകൽപ്പിതമായിട്ട് പറയുന്നതല്ല, അത് അതിനകത്തുള്ളതാണ്. അപ്പോൾ ഗുരുദേവനും നമ്മൾക്കൊരു മാർഗം പറഞ്ഞു തന്നു, ഒരു രീതി. എങ്ങനെ? കഠോപനിഷത്തിൽ പരാഞ്ചികാനി വിതരണത്ത്, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്കൊന്ന് ഒതുക്കി നീ ഒന്ന് ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗുരുദേവനും പറഞ്ഞു, എല്ലാ ഇന്ദ്രിയങ്ങളെയും നീ ഒന്ന് നിയന്ത്രിച്ച് തെരു വീണു വണങ്ങ്. അപ്പം നമ്മൾ വിചാരിച്ചു പോയി കുമ്പിട്ട് തൊഴണമെന്നാണെന്ന്. അല്ല, വീണ്ടും വീണ്ടും ചിന്തിക്കുക, വീണ്ടും 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 ചിന്തിക്കുക, വീണ്ടും 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 ചിന്തിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. വേറൊരു ശ്ലോകത്തിൽ ഗുരുദേവൻ ഇതേ കാര്യം തന്നെ നമ്മളോട് പറഞ്ഞു, എങ്ങനെ നീ ഈ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിയെ കണ്ടെത്തണമെന്ന്. അവിടെ ഗുരുദേവൻ പറഞ്ഞത് ദൈവദശകത്തിലാണ്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. നമ്മൾ വിചാരിച്ച് എന്തിനെയൊക്കെ എണ്ണാനാണെന്ന്. അല്ല എന്ന് പറയുക. അല്ല, നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നാം അറിയുന്ന ഈ ഓരോ വസ്തുവിൻ്റെയും സത്യസ്ഥിതി എന്താണെന്ന് ഇഴപിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ, പൊരുളൊടുങ്ങിയാൽ, അതിൻ്റെ സത്യാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ. അപ്പം ഗുരുദേവനും നമുക്ക് അതേ രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എത്തിച്ചെന്നാൽ വീണ്ടും നമ്മളുടെ ഉപനിഷത്തിലേക്ക് പോയാൽ നമ്മളുടെ മഹർഷീശ്വരന്മാർ അവർ കണ്ടെത്തിയ, അവർ ഇതുപോലെയുള്ള നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ തൻ്റെ മനസ്സിനെയാണ് അവർ പരീക്ഷണശാലയാക്കിക്കൊണ്ട് അവർ നിയന്ത്രിച്ചപ്പോൾ അവർ ഈ സത്യത്തെ എന്താണ് ഈ സത്യം എന്നുള്ളതിന് അവർ കണ്ടെത്തി. അവർ കണ്ടെത്തിയ സത്യത്തെ അവരൊരു പേര് വിളിച്ചു. ആ പേരാണ് ബ്രഹ്മം. അല്ലാതെ കൃഷ്ണനെന്നും ഈശ്വരനെന്നും മത്സ്യമെന്നും കൂർമ്മമെന്നും നരസിംഹമെന്നൊന്നും അല്ല. അതൊക്കെ പിന്നീടാണ്. അവർ ആ സത്യത്തിന് ഇട്ട പേരാണ് ബ്രഹ്മം. അല്ലെങ്കിൽ അപ്പോൾ അതിനവർ കൊടുത്തവ. അല്ലാതെ ഈ ബ്രഹ്മത്തിന് അവരൊരു ഡെഫിനേഷനും കൊടുത്തു. എന്താണ് ബ്രഹ്മം? അതിന് പിന്നീട് ആത്മാവെന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകൾ വന്നു. കൃഷ്ണനെന്നും രാമനെന്നും ഒന്നും വന്നിട്ടില്ല. അതൊന്നും അങ്ങനെയൊന്നും അതിന് പേരില്ല. അവർ കണ്ടെത്തിയ ഈ സത്യത്തെ, ഈ അനിത്യമായി നിൽക്കുന്നതിനെ എല്ലാം തന്നെ ചൈതന്യവത്താക്കി നിലനിർത്തുന്ന ആ സത്യത്തിന് അവർ കൊടുത്ത പേരാണ് അനിത്യമായതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന, അനിത്യമായതിനെല്ലാം നിദാനമായി വർത്തിക്കുന്ന, നിത്യമായിരിക്കുന്ന സത്യത്തിന് കൊടുത്ത പേരാണ്, അവർ കൊടുത്ത പേരാണ് ബ്രഹ്മം. എന്നിട്ട് അവരെഴുതി വെച്ചു. എന്തെഴുതി വെച്ചു? അന്ന് എഴുത്തില്ല കേട്ടോ, പിന്നീടാണ് ഇതൊക്കെ എഴുത്തു ഭാഷയിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അന്ന് തങ്ങളുടെ മുമ്പിൽ വരുന്ന ശിഷ്യന്മാർക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ വായ്മൊഴിയായിട്ടാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇവർ കണ്ടെത്തിയ ഈ സത്യത്തെ അവർ പറഞ്ഞു, യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഡെഫിനിഷനാണ് ബ്രഹ്മത്തിൻ്റെ. എന്താണ് ഇത്? തൈത്തിരീയ ഉപനിഷത്തിലുള്ളതാണ്. അവർ പറഞ്ഞത് എന്താണ്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തി. ആർക്കെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ, ഞാനിത് ചുമ്മാ പറയുന്നതാണോ എന്ന് സംശയിക്കണ്ട. യതോ വാ ഇമാനി ഭൂതാനി ജായന്തി. യാതൊന്നിൽ നിന്നാണോ അവർ ഈ ബ്രഹ്മത്തിനെ ആദ്യം വിളിച്ചത്? യാതൊന്ന്, അത്, യാതൊന്നിലാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒരു പേരും പറഞ്ഞില്ല. അപ്പം യാതൊന്നിലാണോ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തി. ഇവിടെ യാതൊന്നിൽ നിന്നാണോ ഇവിടെ കാണുന്നതെല്ലാം, കാണുന്നതെന്നല്ല, യതോ വാ ഇമാനി ഭൂതാനി, ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഭൂതാനി ജായന്തേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഭൂതങ്ങളെല്ലാം എന്തിൽ നിന്നാണോ ജാതമായത്, ഉണ്ടായത്? ഭൂതങ്ങളെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളുടനെ ഭൂതങ്ങൾ എന്നുള്ളതിന് നമ്മളുടനെ അർത്ഥം കണ്ടുപിടിച്ചു, ഗോസ്റ്റ്. അത് നമ്മൾ എല്ലാത്തിനും ഇംഗ്ലീഷിൽ ഈ അർത്ഥം നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഗോസ്റ്റ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഭൂതാനി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ കാണുന്ന സർവചരാചരങ്ങളും എങ്ങനെയാണ് ജാതമായത്, ഇവിടെ ഉണ്ടായത്? യാതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്? പിന്നെ യാതൊന്നിൽ, അടുത്ത വരിയിൽ സംസ്കൃതത്തിൻ്റെ ഇതിൻ്റെ മലയാളത്തിൽ, യാതൊന്നിലാണോ ഇവിടെ ഇതെല്ലാം നിലനിൽക്കുന്നത്? യാതൊന്നിലേക്കാണോ ഇവയെല്ലാം വിലയനം ചെയ്യുന്നത്? അതിനെ പൊന്നുമോനെ നീ ബ്രഹ്മമെന്നറിഞ്ഞാലും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചമെല്ലാം നിലനിൽക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, വെള്ളം, ഭൂമി എന്നുള്ള പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ കൊണ്ടും അതിൻ്റെ പല വിധത്തിലുള്ള കൂടിച്ചേരലുകൾ കൊണ്ടുമാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞു, യാതൊന്നാണോ, ഏതെല്ലാം ഭൂതങ്ങളാണോ ഈ യാതൊന്നിൽ നിന്ന് ജാതമായത്, യാതൊന്നിൽ തന്നെ നിലനിൽക്കുന്നത്, യാതൊന്നിലേക്ക് തന്നെ വിലയനം പ്രാപിക്കുന്നത്, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും. അത് തൈത്തിരീയ ഉപനിഷത്തിലുള്ളത്. ഇനി വേറെ ഒരു ഉപനിഷത്തിൽ പറയും, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത്, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് പ്രാണസ്യ പ്രാണവും, അങ്ങനെയാണത് പോകുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ, അത് കേനോപനിഷത്തിലാണ് വരുന്നത്. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് പ്രാണസ്യ പ്രാണ, സോറി എനിക്കെൻ്റെ ഓർമ്മ വരുന്നില്ല 2 ലൈന്. പക്ഷെ പറഞ്ഞു വരുന്നത് ഇതാണ്, എങ്ങനെയാണ് ഏതൊരു സദ്വസ്തുവാണ് നിൻ്റെ പ്രാണൻ്റെ പ്രാണനായി ഇരിക്കുന്നത്? ഏതൊരു സദ്വസ്തുവാണ് ഏതൊരു സദ്വസ്തുവാണ് നിൻ്റെ ചെവികളെ കേൾപ്പിക്കുന്നത്? ഏതൊരു സദ്വസ്തുവാണ് നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്? ഏതൊരു സദ്വസ്തുവാണ് നിൻ്റെ കണ്ണുകൾക്ക് പുറകിലെ കണ്ണായിരിക്കുന്നത്? കണ്ണിനും കണ്ണായിരിക്കുന്ന, മനസ്സിനും മനസ്സായിരിക്കുന്ന, ചക്ഷുസിനും ചക്ഷുസായിരിക്കുന്ന, ചക്ഷുരതി മുത്യശീര പ്രത്യസ്മാത് ലോകാത് അമൃതാ ഭവന്തി. അങ്ങനെയാണത്, പെട്ടെന്ന് ഓർമ്മ. ആ സദ്വസ്തുവാണ് മോനെ ഈ ബ്രഹ്മമെന്ന് പറയുന്നത് എന്ന് പറയും. ഇനി അതേ കാര്യത്തെ തന്നെ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും പറഞ്ഞു, നമ്മളുടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ബ്രഹ്മത്തെ കാണാനില്ല, പക്ഷേ ജഗത്തിനെ കാണാനുണ്ട്. പക്ഷേ ആചാര്യസ്വാമികൾ പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യയാണ്. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞത് തെറ്റാണ്. കാര്യം നമ്മൾ കാണുന്നത് മുഴുവൻ ഈ ജഗത്താണേ, അത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അതതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകാനുണ്ട്. എന്താണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്? ഈ കാണുന്ന ജഗത്ത് മിഥ്യയാണ്,
ജഗത്തിൻ്റെ അർത്ഥം നമ്മൾ നോക്കി. ഗുരുദേവൻ പറഞ്ഞതിൽ തന്നെ കുതോ ജഗത് ഇതം ജഗത് കുതഹ എന്നുള്ള ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ആ വാക്കിനെ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്തതെന്നല്ല അതിൻ്റെ അർത്ഥം, മിഥ്യയാണെന്നല്ല. ഇവിടെ കാണുന്ന ഈ ജഗത്തിന് ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല, ശാശ്വതമായുള്ളത് ആ ബ്രഹ്മം മാത്രമാണ് എന്ന് പറഞ്ഞു. ഇനിയും വീണ്ടും കാലം കടന്നപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു നാമത്തിലൂടെ നമ്മൾ ഈ സത്യത്തെ വീണ്ടും വെളിപ്പെടുത്തി. അർക്കാനലാതി വെളി ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന ഒരു കാലം ഉറയ്ക്കും അളവാനന്ദമില്ല. അതിൻ്റെ അർത്ഥം പറയേണ്ടത് നമുക്കെല്ലാവർക്കും തന്നെ, കണ്ണിന് കണ്ണുമനമാകുന്ന മനസ്സിന് മനസ്സാകുന്ന. അപ്പോൾ ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്, വൈദിക കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഗുരുദേവൻ ഇനിയും ഇത് പറഞ്ഞിട്ടുണ്ടോ? അതാണല്ലോ നമുക്ക് ഗുരുദേവനുമായിട്ടാണല്ലോ കമ്പയർ ചെയ്യേണ്ടത്. അപ്പം ഗുരുദേവനും പറഞ്ഞു, ഇതിനെ അന്വേഷിക്കാൻ പറഞ്ഞു. എങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ അന്വേഷണത്തിനൊടുവിൽ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു. ഈ ഒരേ സത്യത്തെ എങ്ങനെയാണ് ഗുരുദേവൻ പച്ച മലയാളത്തിൽ നമ്മളോട് പറഞ്ഞത്? ഏത് ശ്ലോകത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. പക്ഷേ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥങ്ങൾ നമ്മൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് പറയുമ്പം അത് ഏത് ശ്ലോകമാണ്. നമ്മളെപ്പോഴും പുറമേയുള്ള അർത്ഥമാണ് പഠിക്കുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. അതായത് ഈ പറയുന്ന ഈ ബ്രഹ്മത്തെ, ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് പറയുന്ന ഈ സത്യത്തെ എവിടെയാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട്. എങ്കിലും നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം. ബാക്കി നമുക്കറിയാം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം. കരണവും ഇന്ദ്രിയവും, അപ്പോൾ കരചരണങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങളും അന്തർ ഇന്ദ്രിയങ്ങളും, ബാഹ്യകരണങ്ങളും ഉള്ളിലുള്ള കരണങ്ങൾ. ഈ കരണങ്ങൾ കൊണ്ട് കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം. എൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബാഹ്യകരണങ്ങൾ കൊണ്ടും അന്തഃകരണങ്ങൾ കൊണ്ടും ഞാൻ അറിയുന്ന അനേക ജഗത്തെന്നാണ് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞു. അതാണ് സത്യത്തിൽ ബ്രഹ്മം. കാര്യം മഹർഷീശ്വരന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ജഗത്തെന്നുള്ള വാക്കിന് ജായതേ ഗച്ഛതി തിഷ്ഠതി, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ജഗത്തല്ല, നമ്മളുടെ ഈ മുറിയിലിരിക്കുന്ന എല്ലാവരും ഓരോ ജഗത്താണ്. ഈവൻ ഈ മൈക്കൊരു ജഗത്താണ്, ഈ പേപ്പർ ഒരു ജഗത്താണ്, ഈ ഗ്ലാസ് ഒരു ജഗത്താണ്. കാര്യം എന്താ? അതിനെന്നും ശാശ്വതമായ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഗുരുദേവൻ എഴുതി അനേക ജഗത്തും ഓർക്കിലെല്ലാം. ഇവിടെ കാണുന്നതെല്ലാം തന്നെ ഓരോ 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 ജഗത്താണ്. അതിനെ എല്ലാം അറിയുന്ന എൻ്റെ ഇന്ദ്രിയങ്ങൾ. പിന്നെ ഇതിനെ എല്ലാം അറിയുമ്പോൾ ഇതെന്താണ്? പരവളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. ആ ബ്രഹ്മത്തിൻ്റെ തന്നെ തിരുവുരു, നമ്മൾ തിരു ഉത്സവം എന്നൊക്കെ പറയാറില്ല, തിരു ഉത്സവം, അത് തന്നെ. ആ ബ്രഹ്മം തന്നെയാണ് ഈ കാണുന്ന സകല ജഗത്തും എന്ന് ഗുരുദേവൻ പറഞ്ഞു. സെയിം തിങ് അല്ലേ? എവിടെയാണ് വ്യത്യാസം? ആ ഒരു കാലത്തും ഈ ഒരു കാലത്തും. ഇനി ഇതിലും വ്യക്തമായിട്ട് ഗുരുദേവൻ വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞു. അത് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ 3-ാം ശ്ലോകമാണ്. അതിൽ ഗുരുദേവൻ പറഞ്ഞത് എന്താണ്? ഇവിടെ കാണുന്ന ഏത് ശ്ലോകമാണ്? ഖടശരാവാദീവ മൃൽ സത്തയ എന്നുള്ള ആ ശ്ലോകം. അതിൽ ഗുരുദേവൻ പറഞ്ഞു, എങ്ങനെയാണോ ഇവിടെ കാണുന്ന എല്ലാ മൺപാത്രങ്ങളും മണ്ണിൻ്റെ സത്തയാൽ തന്നെ നിർമ്മിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണിൻ്റെ സത്ത കൊണ്ട് മാത്രം നിലനിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ യാതൊന്നാണോ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ്. അതിലും ഇങ്ങനെ തന്നെയാണ്, യാതൊന്നാണോ, അങ്ങനെ തന്നെയാണ് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത്. യാതൊന്നാണോ ഇവിടെ ജായതേ, ഇവിടെ ഉണ്ടായത്, ഇവിടെ വർത്തതേ, ഇവിടെ നിലനിൽക്കുന്നത്,
പിന്നെ പ്രളയം വന്നാലും. അപ്പോൾ പ്രളയം വന്നാലും എന്നൊക്കെ നമ്മൾ വായിച്ചപ്പം നമ്മളതിനെ മനസ്സിലാക്കി ഇങ്ങനെ സുനാമി പോലെ ഇങ്ങോട്ട് വന്ന് അടിച്ചെടുത്തോണ്ട് അങ്ങ് പോകുന്നതാണ്. അതല്ല പ്രളയം. പ്രളയം പ്രകർഷേണ ലയം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. പ്രകർഷേണ ലയം, നന്നായി ലയിക്കുന്നത്. എവിടേക്ക്? അതിലേക്ക്. അപ്പോൾ ഗുരുദേവൻ എഴുതി എങ്ങനെയാണ് ഈ മൺപാത്രത്തിലെല്ലാം മണ്ണതിൻ്റെ ഉണ്മയായിരിക്കുന്നത് ഇവിടെ. അതുപോലെ യാതൊന്നാണോ ഇവിടെ നിലനിൽക്കുന്നത്, യാതൊന്നിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, യാതൊന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, നിലനിൽക്കുന്നത്. ഇനിയും പ്രകർഷേണ ലയിച്ചാലും പിന്നെയും ഇവിടെ ബാക്കിയാകുന്നത് ആ ഒരു സദ്വസ്തു മാത്രം. അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും അതിനെ വിദ്വാൻമാർ നമസ്കരിക്കുന്നു എന്ന് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ 3-ാം ശ്ലോകത്തിൽ ഗുരുദേവൻ എഴുതി. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള അതിൻ്റെ വിവിധ രൂപത്തിലുള്ള പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും കൊണ്ടുണ്ടായിട്ടുള്ളതാണ് പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ളതെല്ലാം. ഗുരുദേവൻ വീണ്ടും അദ്വൈത ദീപികയിൽ ഒരു ശ്ലോകമുണ്ട്, 3-ാം ശ്ലോകമാണ്. വാസസ്സു തന്നെ ഇത് പഞ്ഞ് ഇത് ആദിമൂലഭൂതപ്രകാരം എന്ന് തുടങ്ങുന്നത്. അതായത് ഞാൻ ഉടുത്തിരിക്കുന്ന ഈ വസ്ത്രം ഇത് നൂലാണ്. ഈ നൂലാകുന്നതിന് മുമ്പ് ഇത് പഞ്ഞിയായിരുന്നു. പഞ്ഞിയാകുന്നതിന് മുമ്പ് അതൊരു പഞ്ഞിക്കായിലിരിക്കുകയായിരുന്നു. അത് നിന്നത് ഒരു ചെടിയിലായിരുന്നു. ആ ചെടി നിന്നത് ഒരു ഭൂമിയിലായിരുന്നു. ഭൂമി ഉണ്ടാകാൻ കാരണം വെള്ളം, വെള്ളത്തിനുണ്ടാകാൻ കാരണം അഗ്നി, അഗ്നിയിൽ നിന്ന് അഗ്നി ഉണ്ടാകാൻ കാരണം വായു, അതുണ്ടാകാൻ കാരണം ആകാശം, പിന്നീട് അതാണ് പ്രപഞ്ച സൃഷ്ടി. നമ്മളുടെ വേദങ്ങളിലുള്ള പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി നമ്മളുടെ ഉപനിഷത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെയുള്ളത് വേറെ, അതൊക്കെ അവതാരം. ഞാൻ പറയുന്നത് നമ്മളുടെ ഉപനിഷത്തുകളിൽ എഴുതിയിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റിയാണ്. അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതസ്മാദാത്മനെ ആകാശ സംഭൂതക, ആകാശാത് വായു, വായുരഗ്നേ, അഗ്നേ, അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതുതന്നെയല്ലേ ഗുരുദേവൻ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ തിരിഞ്ഞങ്ങോട്ടാണ് പറഞ്ഞത്. ഒരു വാസസ് തന്നെ ഇത് പഞ്ഞീതാദിമൂലഭൂതപ്രകാരം. ഇതിൻ്റെ ആദിമമായ ആ മൂലം അത് ആ ബ്രഹ്മത്തിൽ തന്നെയാണ്. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഗുരുദേവൻ ഒന്നൊന്നായി എണ്ണി എണ്ണാൻ പറഞ്ഞത്. അതായത് ഇത് നൂല്, പിന്നത് പഞ്ഞി ഉണ്ടായത് പഞ്ഞിമരത്തിൻ്റെ കായിൽ, പിന്നെ അത് പഞ്ഞിച്ചെടി, അത് നിന്നത് ഭൂമിയിൽ. അതിനെയാണ് ഗുരുദേവൻ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും. അതായത് അതിൻ്റെ പൊരുളിലേക്ക് പോകൂ. ഇതെവിടെയാണ് ഇതിൻ്റെ മൂലകാരണം? ആ സത്യത്തിലേക്ക് പോകാൻ ഗുരുദേവൻ നമ്മളെ പ്രേരിപ്പിച്ചു. അതായത് നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. കാര്യം ഈ പ്രപഞ്ചത്തിലുള്ള ഈ മൂലകങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളുമായും മാറി മറിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഗുരുദേവൻ. ഈ ധർമ്മമെന്ന് പറയുന്നത് അത് തന്നെ. നീ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു ആർ ലീവിങ് ഹിയർ. ചുമ്മാ തോന്നിയ പോലെ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്, ഇത് ഈ സനാതനമായിരിക്കുന്ന, ഈ ശാശ്വതമായിരിക്കുന്ന, ഈ നിത്യമായിരിക്കുന്ന ഈ സത്യം എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഈ അനിത്യമായ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും നിലനിർത്തുന്നത് ഈ നിത്യമായ ഈ ഒരു സത്യമാണ്. അപ്പോൾ നമ്മളിൽ എല്ലാവരും ഉള്ളത് ഒരേ ഒരു സത്യമാണ്. എല്ലാവരിലും. നമ്മൾ വെറുതെ മൈക്ക് കിട്ടുമ്പം ഞാനിന്ന് ഈ ഒന്നല്ലയോ നമ്മളെല്ലാവരും ഒന്നല്ലയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നല്ല, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളും വസ്തുക്കളും തന്നെയാണ്. പക്ഷെ പിന്നെ എന്താണ് ഏകമായി എന്ന് പറയുന്നത്? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പിന്നെ എന്താണ്? അതായത് ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും, അതായത് പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും സർവ്വചരാചരങ്ങളെയും നിലനിർത്തുന്ന ആ സത്യമാണ് ഒന്നായിട്ടിരിക്കുന്നത്.
ആ സത്യം എല്ലാവരിലൂടെയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരാണ്. കാരണം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിരിക്കുന്നു. നമ്മൾ ഈ വസുതയിൽ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ ജീവിക്കേണ്ടതാണ്. അത് അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും കേരളത്തിലായാലും കുളത്തൂരായാലും കൂടലിലായാലും നമ്മളെ എല്ലാം നിലനിർത്തിയിരിക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ. ആ സത്യം എല്ലാവരിലും ഏകമാണ്. അതുകൊണ്ട് ഈ വസുധയിൽ ജീവിക്കുന്നവർ, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ എല്ലാവരും അന്യോന്യ സഹകരണത്തോടെ ജീവിക്കണം. കാരണം അവർ പറഞ്ഞു, വസുദൈവ കുടുംബകം, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് ഗുരുദേവൻ വീണ്ടും അതുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു. അതായത് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട്, ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. അവിടെ വർഗവും വർണ്ണവും നിറവും ജാതിയും മതവും രാഷ്ട്രീയവും ധനവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നും ബാധകമാകണ്ട. അതൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ മനുഷ്യൻ മനുഷ്യനെ അംഗീകരിക്കണം. അതാണ് സനാതനമായി ഇരിക്കുന്നത്. അതെല്ലാവരിലുമുണ്ട്. ബാക്കി കാണുന്നതെല്ലാം അനിത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരട് നമ്മളിൽ എല്ലാവരിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അവിടെ മാത്രമാണോ പറഞ്ഞത്? അല്ല. നമുക്ക് ഭഗവത്ഗീത നോക്കാം. അതിൽ പറയുന്നു, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി പ്രോതമിതം സർവം സൂത്രേ മണിഗണായുവ എന്ന് പറഞ്ഞു. അതായത് ഞാൻ, അല്ലയോ അർജുന, ഞാനെന്ന് പറഞ്ഞാൽ മാംസളരൂപിയായിട്ടുള്ളൊരു കൃഷ്ണനെ അല്ല പറയുന്നത്. കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഇത്, ഞാനൊരു മാംസളരൂപിയായിട്ടുള്ളൊരു കൃഷ്ണനല്ല എല്ലാവരിലും നിൽക്കുന്നത്. ഞാൻ ഒരു ചരട് പോലെ, ആദ്യത്തെ മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ, അല്ലയോ ധനഞ്ജയ, ഞാനല്ലാതെ ഒന്നും ഇവിടെയില്ല. ഞാനല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഓരോന്നിനെയും ഇവിടെ നിലനിർത്തിയിരിക്കുന്ന ചൈതന്യം. കിഞ്ചിതസ്തി ധനഞ്ജയ, വേറെ ഒന്നും ഇവിടെയില്ല. മയി പ്രോതമിതം സർവം സൂത്രേ മണിഗണായുവ, ഞാൻ എല്ലാവരിലൂടെയും എങ്ങനെയാണോ ഒരു ചരടിൽ മുത്തുകൾ കോർത്തതുപോലെ, എന്ന് പറയുമ്പോൾ മുത്തുകളും കല്ലുകളും രത്നവും മെർക്കുറിയും കൽക്കരിയും എലിയും പുലിയും മാനും മയിലും കുയിലും എല്ലാം ഉണ്ട്. എല്ലാത്തിനെയും ഈ ഞാനാകുന്ന നൂലിൽ കോർത്തിരിക്കുന്നു. ഈ നൂല് വിട്ടുപോയാൽ ഒരു മുല്ലപ്പൂമാലയൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, ആ മുല്ലപ്പൂമാല അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാലയെ കോർത്ത് കെട്ടിയിരിക്കുന്ന അതിനുള്ളിലെ നൂല് കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല, വാഴനാര് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ആ നാരിൻ്റെ ബലത്തിലാണ് ആ മാല നിൽക്കുന്നത്. ആ നൂലിൻ്റെ എവിടെയെങ്കിലും ഒരു പൊട്ടൽ വീഴട്ടെ, ഓരോ മാലയും ഇങ്ങനെ പൂവും പോയിക്കൊണ്ടിരിക്കും. ഇതേ കാര്യത്തെ തന്നെ ഗുരുദേവൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ദൈവദശകത്തിൽ പറഞ്ഞു, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ ഞങ്ങളെ. അവിടെയാണ് കൈവിടാതെ. ആ കൈപിടുത്തമാണ് ഈ പറയുന്ന നമ്മളെ എല്ലാവരെയും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ചരടിന് പകരമായിട്ട് ഗുരുദേവൻ പറയുന്നു, കൈവിടാതെ. ആ ചരടിന് സമാനമായിട്ടുള്ള വാക്കാണ് ഗുരുദേവൻ ഇവിടെ ഉപയോഗിച്ചത്. ഞങ്ങളെ എന്നാണ് ഉപയോഗിച്ചത്. അപ്പം ഞങ്ങളെ നല്ല കൈവിടാതെ എന്ന് പറഞ്ഞു. കൈവിടാതെ, അതായത് ആ കൈപിടുത്തത്തിൽ ഗുരുദേവൻ പറഞ്ഞ എന്താണ്? ഞങ്ങളെ. വയൽവാരം വീട്ടിലുള്ളവരെയല്ല, ചെമ്പഴന്തിയിലുള്ളവരെയല്ല, കേരളത്തിലുള്ളവരെയല്ല, വയം എന്നാണ്. അതായത് ഞങ്ങളെ. ഈ ലോകത്തുള്ള സകലതിനെയും ആ ഞങ്ങളെന്നുള്ള വാക്കിൽ ഗുരുദേവൻ ഒതുക്കിയിരിക്കുന്നു. ദൈവദശകത്തിൽ 5-6 പ്രാവശ്യം തന്നെ ഞങ്ങളെന്നുണ്ട്. കാര്യം ഇവിടെ എനിക്കായിട്ടൊന്നുമില്ല. കാര്യം ഞാൻ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളാണ്, ഒരു കുടുംബത്തിലുള്ളവരാണ്. അതുകൊണ്ട് സഹോദരന്മാരായതുകൊണ്ട് വസുദൈവ കുടുംബകമാണ് നമ്മൾ. അതുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞപ്പോൾ
സഹോദരരാണ് ഒരു കുടുംബത്തിലുള്ളവർ അന്യോന്യം, ഇല്ലേ? അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അന്യോന്യം ഒരാൾക്ക് പാരയാവാതിരിക്കണം, ഇല്ലേ? നമ്മളിപ്പോൾ പറയുന്ന ഒരു ഭാഷയാണല്ലോ പാര, അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സഹോദരർ എന്ന വാക്കിന് തന്നെ എന്താണ് അർത്ഥം? സഹ ഉദരർ, ഒരേ ഉദരത്തിൽ പിറന്നവർ, സഹ ഉദരർ. നമ്മളെല്ലാവരും സഹ ഉദരരായതുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പക്ഷേ ഗുരുദേവൻ അതിന് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാക്കാണ് അവിടെ ഗുരുദേവൻ നമുക്കായിട്ട് തന്നത്. അവിടെ ഗുരുദേവൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഏത് വാക്കാണ് ഗുരുദേവൻ അവിടെ ഉപയോഗിച്ചത് അതിന് തത്തുല്യമായിട്ട്? ആത്മസഹോദരർ. അതായത് ബ്രഹ്മമെന്നുള്ള ആ വാക്കിന് ആത്മാവ്, പുരുഷൻ, സത്യം, ചൈതന്യം, ഉണ്മ, ഇങ്ങനെയൊക്കെയുണ്ട്. കാലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരംകാർക്കെല്ലാം അറിയാം, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ അന്തരിച്ച അദ്ദേഹം ഈ ബ്രഹ്മത്തിനെ, ഈ ഉണ്മയെ, ഈ ചൈതന്യത്തിനെ അദ്ദേഹം ഒരേ ഒരു വാക്ക് മാത്രമേ എപ്പോഴും ഉപയോഗിച്ചുള്ളൂ. ഒരേ ഒരു വാക്കിലാണ് ഈ ബ്രഹ്മത്തിന് അദ്ദേഹം ഡെഫിനിഷൻ, അതിന് ഒരു പേര് കൊടുത്തത്. ആ വാക്കായിരുന്നു ബോധം. ഇതിനെ തന്നെ സെയിം തിങ് ഗുരുദേവൻ ഇതേ ബോധത്തെ തന്നെ അറിവിലുമേറിയ അറിവ്, അല്ലെങ്കിൽ കരു, അല്ലെങ്കിൽ വിശ്വവീര്യം, അല്ലെങ്കിൽ തിരുവുരു, പിന്നെ ഇപ്പോൾ അതിനൊരുപാട് പേരുകളുണ്ട്. കൃഷ്ണനെന്നും രാമനെന്നും ഉള്ള പേരൊന്നും നിങ്ങളിവിടെ കൊണ്ടുവരല്ലേ, അതൊക്കെ പിന്നീടാണ്. ഊർജം, എനർജി, എറ്റേണൽ ബ്ലിസ്, സച്ചിദാനന്ദം, ചിദാനന്ദം, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, ഇതൊക്കെ ആ ബ്രഹ്മത്തിൻ്റെ വേറെ വേറെ പേരുകളാണ്. അപ്പം ഗുരുദേവൻ പറഞ്ഞു ആത്മസഹോദരർ. എല്ലാവരും ആത്മസഹോദരരല്ലേ എന്ന് ചോദിച്ചാൽ, ആത്മാവാകുന്ന, അതായത് ഈ ബ്രഹ്മമാകുന്ന അച്ഛനും അമ്മയിൽ നിന്നും നമ്മളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആത്മസഹോദരരാണ്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ എന്തു പറഞ്ഞു? എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ. അതുകൊണ്ടാണ് ഗുരുദേവൻ നമ്മളെപ്പോഴും ആ ശ്ലോകം അവനിവന്, അല്ലേ? ഒരു മിനിറ്റ്, ശ്ലോകം ഒന്ന് എടുത്തോട്ടെ. ഗുരുദേവൻ്റെ ശ്ലോകം തെറ്റിച്ചാൽ നിങ്ങളെന്നെ പിടികൂടും. അതുകൊണ്ട് അത് ഞാൻ കൃത്യമായിട്ട് നോക്കി പറയാം കേട്ടോ. 1 മിനിറ്റ്, സോറി. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ. ബാക്കി നമുക്കറിയാം. എന്തുകൊണ്ട്? അവനെന്നും ഇവനെന്നും ഞാനെന്നും നീയെന്നും പറയുന്ന നമ്മളെല്ലാവരും തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും തമ്മിലൊരു കണക്ഷനുണ്ട്. ആ കണക്ഷനെ വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ മുറ്റത്തൂടെ പോകുന്ന പാമ്പിനെ എടുത്ത് പെരയ്ക്കകത്ത് വെക്കണമെന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. അവരുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ, കണ്ടോ? അതാണ് ഒരു പാമ്പിന് അതിൻ്റേതായ ധർമ്മമുണ്ട്. അതിനെ ഭഗവാൻ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ പെരയ്ക്കകത്തൊന്നും കയറിയാൽ കൊല്ലണ്ടെന്നല്ല, അതല്ല കേട്ടോ. അങ്ങനെ കൊണ്ട് മനസ്സിലാക്കിയേക്കല്ലേ. ഇനി അങ്ങനെ കൂടലിൽ നിന്നൊരു പെൺപിള്ള വന്ന് പെരയ്ക്കകത്ത് കയറുന്ന പാമ്പിനെ ഒന്നും കൊല്ലണ്ടെന്ന് പറഞ്ഞു അവനിവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, അതല്ല. ഓരോന്നിനെയും അവനവൻ്റെ എൻവയൺമെൻറ്റിൽ ജീവിക്കാൻ ഓരോരുത്തരുടെയും അവരവരുടെ ഉത്തരവാദിത്വവും അവരവരുടെ ചുമതലയും അവരവരുടെ പ്രിവിലേജസിനനുസരിച്ച് ജീവിക്കാൻ അവരെ വിടണം. അതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ അതിൻ്റെ മുമ്പിലത്തെ ശ്ലോകത്തിൽ 23 പറഞ്ഞു, അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം. വളരെ പ്രാധാന്യപ്പെട്ട ഒരു ശ്ലോകമാണ്. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം. സമയം തീരുകയാണ്, 8 മണിക്കല്ലേ നിർത്തണ്ടേ? ഇപ്പം തീരും. അഹർനിശം പ്രയത്നം ചെയ്യണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കൃപണൻ കൃപാലുവായിട്ട്. എന്താണ് കൃപണൻ? കൃപണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാർപ്പണ്യദോഷമുള്ളവൻ എന്നാണ്. കാർപ്പണ്യദോഷം, അതായത് ഈ ബ്രഹ്മത്തെ അറിയാത്തവൻ, ഈ ഏകമായിരിക്കുന്ന ഈ സത്യത്തെ അറിഞ്ഞിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെയാണ് കൃപണൻ. ആ സത്യത്തെ അറിഞ്ഞവൻ എന്തു ചെയ്യുന്നു? അവൻ എന്തു ചെയ്യുന്നെന്നാ? കൃപാലുവാണ് അവൻ. എല്ലാ മൂല്യങ്ങളെയും അവൻ ആചരിക്കുന്നതുകൊണ്ട് അവൻ കൃപയുള്ള മാർഗങ്ങൾ ചെയ്യുന്നു. കൃപണനോ
അധോമുഖനായി കിടന്ന് ചെയ്യുന്ന. അധോമുഖനായി എത്ര ഉചിതമായ ഒരു വാക്കാണ് ഈ ഈ ഈ ഈ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ. അധോമുഖനായി എന്ന് പറഞ്ഞാൽ എന്താ? മുഖം കുനിച്ചെന്നാണോ? മുഖം കുനിച്ച് താഴോട്ട് നോക്കിയെന്നാണോ? അല്ല, നമ്മളൊക്കെ കേൾക്കുന്ന വാക്കാണല്ലോ. അവന് നമ്മൾ പറയും എന്താ അവൻ്റെ പണി? അവൻ അധോലോകത്തിലാണ്. നമ്മൾ പലരെയും പറയാറില്ലേ അവൻ അധോലോക പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. അധോലോക പ്രവൃത്തി എന്നാൽ ഭൂമിക്ക് താഴെ നമ്മളിങ്ങനെ JCB കൊണ്ട് കുഴിച്ച് എന്നാൽ അവിടെ ഒരു അധോലോകമുണ്ടോ? ഇല്ല. അധോലോകമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെയും അവനെ പറ്റിയുള്ളവരെയും താഴേക്ക് വലിക്കുന്ന പ്രവൃത്തികൾ, അവനെയാണ് അധോമുഖ പ്രവൃത്തികൾ. അല്ലാതെ ഭൂമിയുടെ അടിയിൽ എവിടെയെങ്കിലും അവിടെ പാതാളവും അവിടെ ഈ അധോലോകവും ഒന്നുമില്ല. നമ്മൾ പറയുന്നത് തന്നെ അങ്ങനെയാണ്. അവനുമായിട്ട് വലിയ അടുപ്പം വേണ്ട, അവൻ അധോലോക പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേ നമ്മൾക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സനാതനധർമ്മത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഗുരുദേവൻ അതിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടില്ല. ആ ഒരു ഗുരു പരമ്പരയിൽ തന്നെയാണ് ഗുരുദേവനും വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾക്കൊരു സംശയം വരാവുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതെന്തിനാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നത്? യാജ്ഞവൽക്യ മഹർഷിയും അഗസ്ത്യ മഹർഷിയും വ്യാസ മഹർഷിയും ശങ്കരാചാര്യ സ്വാമികളും ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ വൈദിക കാലഘട്ടത്തിലുണ്ടായ ഈ സംസ്കാരത്തിൻ്റെ ഉയർച്ച പല കാലഘട്ടങ്ങളിലും ഉയർന്നും താഴ്ന്നും അധപ്പതിച്ചും വീണ്ടും താഴ്ന്നും വീണ്ടും അത് ഉയർച്ചയിലേക്കും വന്നുകൊണ്ടിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ ഭൂമിയിൽ ഓരോരോ ആചാര്യന്മാർ ഉണ്ടായി ഈ വൈദിക ധർമ്മത്തെ, ഈ വൈദിക കാലഘട്ടത്തിലുള്ള ഈ സനാതനധർമ്മത്തെ അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ സനാതനധർമ്മത്തെ, അതായത് എല്ലാറ്റിലും നിലനിൽക്കുന്ന സത്യം ഒന്നാണെന്ന് പറയുന്ന ഈ സത്യത്തെ നമ്മൾ അദ്വൈതം എന്ന് പറയുന്നു. രണ്ടല്ല. ശ്രീനാരായണ ഗുരുദേവനും ഈ അദ്വൈതത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. സനാതനധർമ്മത്തിലും അതുതന്നെയാണ്, വൈദിക കാലഘട്ടത്തിലുണ്ടായതാണ്. അപ്പോൾ പിന്നെയും ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി തന്നെയുണ്ട്. അതായത് ന്യായം, വൈശേഷികം, ഉത്തരമീമാംസ, ചാർവാകം, ആസ്തികം, നാസ്തികം. പിന്നെ നമ്മുടേത് ഗുരുദേവൻ പറയുന്നത് അദ്വൈതമാണെങ്കിൽ ശങ്കരാചാര്യ സ്വാമികളായാലും അഗസ്ത്യ മഹർഷിയായാലും യാജ്ഞവൽക്യ മഹർഷിയായാലും ഭൃഗു മഹർഷിയായാലും വ്യാസമഹർഷി ഇവരെല്ലാം പറഞ്ഞത് അദ്വൈതമാണെങ്കിലും ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ വേറെയുമുണ്ട്. ഇവിടെ ദ്വൈതമുണ്ട്, ദ്വൈതാദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, വിവിധ തരം ഭക്തി പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ നിലനിൽപ്പിന് കാരണം ശിവനാണെന്ന് വിശ്വസിക്കുന്ന ശിവഭക്തരുണ്ട്, വൈഷ്ണവിസമുണ്ട്, വിഷ്ണുവാണ് ഇതിനെല്ലാം കാരണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, സൗരമുണ്ട്, ഗാണപത്യമുണ്ട്, ശാക്തേയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നാണ് പറയുന്നതെന്ന് വിശ്വസിക്കേണ്ട. ഇതിന് പല സ്കൂൾസ് ഓഫ് ഫിലോസഫി ഉണ്ട്. പക്ഷേ സനാതനധർമ്മം വൈദിക കാലഘട്ടത്തിലുണ്ടായ ഈ സനാതനധർമ്മത്തിൽ തന്നെയാണ്, ആ ഒരു ഗുരു പരമ്പരയിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവനും സനാതനധർമ്മവും എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരു വ്യത്യാസവുമില്ലാതെ ഒരേ കാര്യങ്ങളെ തന്നെ പറയുന്നു. പക്ഷേ പലരും പറയുമ്പോൾ, പല കാലഘട്ടത്തിൽ പറയുമ്പോൾ അവരുടെ മുന്നിൽ വന്ന ശിഷ്യന്മാർക്ക് അവർ മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ കാലിബർ അനുസരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് തോന്നുകയാണ് പല കാര്യങ്ങളാണെന്ന്. അല്ല. ഗുരുദേവനും സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യവും ഒന്ന് തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഗുരുദേവൻ അദ്വൈതത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരുന്നത്. ഗുരുദേവൻ്റെ കൃതികളാവട്ടെ, ഗുരുദേവൻ്റെ സന്ദേശങ്ങളാവട്ടെ, ഗുരുദേവൻ്റെ ഉപദേശങ്ങളാവട്ടെ, ഈവൻ ഗുരുദേവൻ്റെ ഫലിതങ്ങൾ പോലും മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ ഒരു നില അല്പം കൂടി കൂട്ടണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ തമാശയാണെന്ന്. കാര്യം ഗുരുദേവൻ്റെ ഒരു ചെറിയ ഒരു ശിവഗിരിയിൽ ഒരു ചക്ക മോഷ്ടിക്കാൻ ഒരു കള്ളൻ വന്നു. അപ്പോൾ ദിവസവും മോഷണം പോകുന്നതുകൊണ്ട് ആ കള്ളനെ അവസാനം പിടിച്ചു, കള്ളനെ കൊണ്ടുവന്നു. എല്ലാവരും വിചാരിച്ചു ഗുരുദേവൻ്റെ മുമ്പിൽ ഹാജരാക്കി ഗുരുദേവൻ വഴക്ക് പറയുമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഗുരുദേവൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നപ്പോൾ ഗുരുദേവൻ എന്താ പറഞ്ഞത്? എടാ, നീ രാത്രിയിലൊക്കെ വന്ന് ചക്ക മോട്ടിക്കാൻ വരുന്നതിനാ? അവിടെ കല്ലും മുള്ളും പാമ്പും ഒക്കെ ഉള്ള സ്ഥലമല്ലേ, നീ പകൽ വന്നിട്ടുകൊണ്ട് പൊക്കോളൂ. അപ്പോൾ കേട്ടവരെല്ലാവരും വിഷമിച്ചു പോയി. കാര്യം ഗുരുദേവൻ ഇപ്പോൾ ഇയാളെ അന്നൊക്കെ ഒരു ചക്ക എന്നൊക്കെ പറയുന്നതാണ് മോഷണം, ഇപ്പോഴാണെങ്കിൽ ഭൂമിയുടെ അടിവേര് വരെ മാന്തി വിറ്റുകൊണ്ടിരിക്കുക നമ്മുടെ ആൾക്കാർ. പക്ഷേ അന്നൊക്കെ ചക്കയാണ്. അപ്പോൾ ഈ ചക്ക മോഷ്ടിച്ച് അപ്പം ചുറ്റും കൂടി നിന്നവർക്ക്, ആ ഒരു കാലിബറിലുള്ളവർക്ക് മനസ്സിലാകാൻ ഗുരുദേവൻ പറഞ്ഞത്
ഒന്നും പറഞ്ഞില്ല, എടാ നീ പകൽ വന്ന് ഇട്ടുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എവിടെയാണ് അതിൻ്റെ മൂല കാരണം കിടക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഗുരുദേവൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഈ ചക്കയല്ല, ഈ ലോകത്തിലുള്ളതെല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. അല്ലാതെ ഈ ശിവഗിരിയിലുള്ളവർക്ക് മാത്രമല്ല ഈ ചക്കയുള്ളത്, പക്ഷിമൃഗാദികൾക്ക് കഴിക്കണം. അങ്ങനെയാണ് ഈ പ്ലാവ്, നമ്മളാരുമല്ല ഈ പ്ലാവ് നട്ടത്, ഇതിവിടെ ഉള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കുമായി അനുഭവിക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു മൂലത്തിലേക്ക് പോയാൽ നമ്മളെത്തും. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാഗ്രത കസ്യ സിദ്ധനം. എല്ലാറ്റിലും ഈശ്വരൻ ആവാസിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാം തന്നെ എൻ്റേത് 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 എന്നുള്ള ചിന്ത മാറ്റിവെച്ച് എല്ലാവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതാണ്. അവിടെ ധനം എന്നാണ് എഴുതിയിരുന്നത്. യാജ്ഞവൽക്യ മഹർഷി ഈശാവാസ്യ ഉപനിഷത്തിൽ 1-ാം ശ്ലോകമാണത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതെല്ലാം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. നമ്മൾ അതിനെ പഠിച്ചു വെച്ചു, മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കരുതെന്ന്. ധനമെന്ന് പറഞ്ഞാൽ ഈ എണ്ണുന്ന ഈ സാധനം, ബാങ്കിൽ കൊണ്ടിടാവുന്ന സാധനം, അതുമാത്രമല്ല ധനം. ചക്ക ധനമാണ്, കാര്യം നമ്മൾ ഉണ്ടാക്കിയതല്ല. അതും ധനം തന്നെയാണ്. ധനമാണ്, ചക്കയാണ്. നമ്മുടെ കുടുംബം നമ്മുടെ ധനമാണ്, നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ധനമാണ്, നമ്മളുടെ കുടുംബം നമ്മുടെ ധനമാണ്, നമ്മളുടെ കൂട്ടുകാർ എല്ലാം ധനമാണ്. പക്ഷേ ഇതെനിക്ക് മാത്രം വേണം എന്ന് വിചാരിച്ച്, പക്ഷേ അത് ഗുരുദേവൻ പറഞ്ഞത് എങ്ങനെയാണ്? തൻ്റെ മുമ്പിലുള്ള ആൾക്കാർക്ക് ഇത്ര ലളിതമായിട്ട് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാകൂ. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, നീ വന്ന് ചക്ക ഇട്ട് കൊണ്ടുവെക്കൂ, ഇഷ്ടം പോലെ കൊണ്ടുവെക്കൂ, പകൽ വന്നിട്ടോളാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്വൈത ശാസ്ത്രത്തെ മുൻനിർത്തി, സനാതനധർമ്മത്തെ മുൻനിർത്തി പറഞ്ഞതാണ്. അതുതന്നെയാണ് വൈദിക കാലഘട്ടത്തിലുണ്ടായ സനാതനധർമ്മത്തിലും പറഞ്ഞിരിക്കുന്ന അദ്വൈതശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ടീച്ചറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്നാൽ 2 വാക്ക് പറയാതെ പോയാലും നന്ദികേടാവും. ശരിക്കും കഴിഞ്ഞ ക്ലാസ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഞാൻ വന്നിരുന്നു. അന്ന് ഹോമമന്ത്രം എടുത്തത്. ഹോമമന്ത്രത്തിൽ ടീച്ചർ പറഞ്ഞു, ശരിക്കും 4 വരിയുള്ള ഒരു മന്ത്രം 1.5 മണിക്കൂർ കൂടുതൽ ക്ലാസ് എടുത്തു. ഇത്രയും ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത് അതിന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം കൂടെ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വന്നത്. ടീച്ചർ അന്ന് പറഞ്ഞു, ഹോമം എന്ന് പറഞ്ഞാൽ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഉള്ളിൽ നമ്മളൊരു ഹോമം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ നെഗറ്റീവ് ചിന്തകൾ, നമ്മുടെ ദുഃഖം അല്ലെങ്കിൽ അതെല്ലാം അതിലിട്ട് ഹോമിക്കാനാണ് പറഞ്ഞു. ശരിക്കും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും വളരെ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും എനിക്കൊരു ആരെങ്കിലും പറ്റിയൊരു ദേഷ്യം വരുമ്പം ഞാൻ ഉടനെ ചിന്തിക്കും, ഇല്ലില്ല എൻ്റെ ഹോമകുണ്ടത്തിലോട്ട് ഞാൻ ഇടണം. എൻ്റെ ജീവിതത്തിൽ വളരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്, വളരെ പ്രയോജനം ചെയ്തൊരു കാര്യമാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും, ഇവിടുത്തെ ക്ലാസ്സല്ല, ഞാൻ ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആ ക്ലാസ്സിലെല്ലാം ടീച്ചർ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഒരു കാര്യം, ഇപ്പം നമ്മൾ ചെടി നടുന്ന കാര്യം, നിനക്കൊരു ചട്ടിയെടുത്ത് ഒരു വെണ്ടവിത്ത് നടുന്ന കാര്യം, ഒരു ജീവിക്കൊരു ഭക്ഷണം കൊടുക്കുന്ന കാര്യം. അപ്പം ഞാൻ രാവിലെ എനിക്ക് ചെറിയൊരു അക്വേറിയം, കുറച്ച് മീനൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് മീന് തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ ടീച്ചറിനെ ഓർക്കും, ഞാനൊരു ജീവിക്ക് ഭക്ഷണം കൊടുത്തു. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ഓർക്കും, അപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ കൂടെയാണ് ക്ലാസ് പോകുന്നത്. ഈ ക്ലാസ്സിനെ പറ്റി എവിടെ നിന്ന് എവിടെ വരെ പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സ്വാമിയിൽ തുടങ്ങി, സനാതനധർമ്മത്തിൽ വന്നു, ഈശാവാസ്യം, അങ്ങനെ ഉപനിഷത്തുകളിൽ കൂടെ കറക്കി നമ്മളെ തിരിച്ചിതിലേക്ക് ധർമ്മത്തിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും അതിനെപ്പറ്റി പറയാനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ പോലും ആ ക്ലാസ്സിൻ്റെ ആ ഒരു ബാഹുല്യം, ആ ക്ലാസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം പറഞ്ഞു. മറ്റുള്ള അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് ടീച്ചർ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും അത് പ്രാക്ടിക്കലാക്കണം എന്നാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്.
ടീച്ചറിന് വലിയ ക്ലാസ് നടത്തി തന്ന ടീച്ചറിന് എല്ലാ ആശംസകളും നേർക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഈ ലൈബ്രറിക്കും എൻ്റെ എല്ലാ ആശംസകൾ, ഈ പ്രോഗ്രാമിന് ആശംസകൾ. അത് തന്നെ സനാതന, അത് തന്നെ ടീച്ചർ നമ്മളെ അതിലേക്ക് കൂടിയാണ് കൊണ്ടുവന്നത്, സനാതന ധർമ്മത്തിൽ കൂടെ. ഗുരുദേവൻ നമ്മളെ സനാതന ധർമ്മത്തിൽ കൂടെ ടീച്ചർ ആ ഒരു പാതയെ കൂടെ നമ്മളെ കൂടെ കൊണ്ടുപോയി ഞാൻ പറയുമായിരുന്നു. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു ക്ലാസ് നടന്ന ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ വിഷയം നമ്മുടെ നാട്ടിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സനാതനധർമ്മം. സനാതനധർമ്മം ഇവിടെ മേഡം പറഞ്ഞ് ഒരു കുട്ടി ഈ പ്രപഞ്ച ഭൂമിയിൽ പൂജാതനാകുമ്പോൾ അവൻ അനുഷ്ഠിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങളും ചുമതലകളും അവകാശങ്ങളും സംബന്ധിച്ച് പറഞ്ഞു. ഇതാണ് സനാതനധർമ്മമെന്ന് പറയുന്നത്. ഈ സനാതനധർമ്മം വേദകാലത്ത് എഴുതി വെച്ച ഈ സനാതനധർമ്മം ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഗുരു ഈ സനാതനധർമ്മത്തിന് വിധേയമായി ഓരോ പൗരൻ്റെയും ചുമതലകളും കടമകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും അങ്ങനെ ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഈ ഒരു നേരത്തെ അന്നത് ബയല ശ്രുതി മനുസ്മൃതിയും ശ്രുതിയും അതിന് സംവിധാനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ഈ നാലിലും പെടാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേര്. ഇവിടെ ഈ ബ്രാഹ്മണനിലോ ക്ഷത്രിയനിലോ വൈശ്യനിലോ ശൂദ്രനിലോ പെടാത്തവരാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഈ ചുമതലകൾ മാറി ഓരോ പൗരനും ചെയ്യേണ്ട ചുമതലകളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ചുമതലകൾ മാറി ചെയ്തതിൻ്റെ പേരിലാണ് ശംഭുകൻ എന്ന ശൂദ്രൻ വധിക്കപ്പെട്ടത്. അതും സനാതനധർമ്മത്തിന് വിധേയമായി ഭരിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ സംഭവമാണ്. 2, നമ്മൾ ഇവിടെ ഈ നാട്ടിൽ തന്നെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതും സനാതനധർമ്മത്തിന് വിധേയമായിട്ട് ഉണ്ടായിരുന്ന ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സംവിധാനങ്ങളാണ് ബയലയെന്ന് മേഡം പറയുമ്പോഴത്തേക്കും അതിന് വിധേയമായിട്ട് നിലനിന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് നമുക്കൊക്കെ ഇതെല്ലാം അന്യമായിരുന്നു. ഈ സനാതനധർമ്മത്തിന് വിധേയമായിട്ടുണ്ടായിരുന്ന ഈ സംവിധാനങ്ങൾ നമുക്ക് അന്യമായി നിന്നപ്പോഴത്തേക്ക് നമുക്ക് നേടിത്തരാൻ വേണ്ടിയാണ് ഗുരു പ്രയത്നിച്ചതും. ഗുരുവിൻ്റെ ഒരു ആയുസ്, ഒരു മനുഷ്യൻ്റെ ആയുസ് ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൻ്റെ എന്താ പറയുക സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി അതായത് എല്ലാം നിഷേധിക്കപ്പെട്ടിരുന്നു. സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി ഈ സനാതനധർമ്മം, ഈ പറഞ്ഞ സനാതനധർമ്മത്തിന് എതിരായിട്ടല്ലേ സ്വാമി ഇതെല്ലാം തന്നെ ചെയ്തത്. സനാതനധർമ്മത്തിന് വിധേയമായിട്ടായിരുന്നെങ്കിൽ മേഡം നേരത്തെ പറഞ്ഞ ബയലയ്ക്കകത്ത് ഓരോരുത്തരും ചെയ്യേണ്ട ചുമതലകൾ, കടമകൾ, ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് തന്നെയാണ്. അതെല്ലാം ചെയ്യുന്നതിന് ഓരോ ഇതുമുണ്ട്. ഇത് നമുക്ക് ബ്രാഹ്മണനാണ് പൂജാതി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ വേദങ്ങൾ കേട്ടതിൻ്റെ പേരിൽ ഉരുക്കി വെച്ച കഥയിൽ ശംഭുകൻ ഗുരുദേവൻ, ഞാൻ ഇടയ്ക്കൊരു കഥ പറഞ്ഞോട്ടെ. സ്വാമി ഒരു സന്ദർഭത്തിൽ 1-ാം ലോക മഹായുദ്ധം നടന്ന സന്ദർഭത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. P.K. ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു എന്ന ആന്തോളജിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്താണ്, ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നത്, ഗുരു എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശ്രീരാമൻ്റെ കാലത്ത് തപസ് ചെയ്ത ശൂദ്രനായിട്ടുള്ള ശംഭുകനെ വധിച്ച കഥകളില്ലേ. യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിന് വിധേയമായി ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ അപ്പം ശ്രീരാമനെ പോലുള്ള ഒരു ഭരണാധികാരിയാണ് ഭാരതം ഭരിച്ചിരുന്നതെങ്കിൽ എന്നെ പോലുള്ള ഒരാളിനെ സന്യസിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഗുരു ചോദിച്ചത്. അത് ആന്തോളജിക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കൈവശം കൊണ്ട് അതാണ്. അത് DC ബുക്സ് ഇറക്കിയിരിക്കുന്ന P.K. ബാലകൃഷ്ണൻ തയ്യാറാക്കിയിരിക്കുന്ന, എഡിറ്റ് ചെയ്തിരിക്കുന്ന നാരായണ ഗുരു. അപ്പോൾ ഞാൻ പറഞ്ഞത്
മേഡം പറഞ്ഞത് ഭൂരിപക്ഷവും സനാതന സത്യങ്ങളാണ്. സനാതന സത്യങ്ങൾ തീർച്ചയായിട്ടും സ്വാമി വേദങ്ങളിലൂടെ ഉപനിഷത്തുകൾ കടന്നു തന്നെയാണ്. സ്വാമിയുടെ സൃഷ്ടികളെല്ലാം തന്നെ ഒരുപാട് അന്വേഷണങ്ങൾ, നിരീക്ഷണങ്ങൾ എല്ലാം നടത്തി 6-7 വർഷക്കാലത്തെ സ്വാമിയുടെ കഠിന തപസ്സിൻ്റെ പ്രതിഫലനമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മളിവിടെ ഇരിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മളിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെയും നമ്മൾ അറിയുന്ന പുസ്തകങ്ങളുടെയൊക്കെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്ന സ്വാമി ആ ഒരു മനുഷ്യൻ അനുഭവിച്ച യാതനയുടെയും പീഡനത്തിൻ്റെയും തിക്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സനാതന ധർമ്മം നമ്മളെ വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സനാതന ധർമ്മത്തിന് സ്വാമിയായിട്ട് ബന്ധമില്ലേന്ന് ചോദിച്ചാൽ അതിനകത്തുണ്ടായിരുന്ന ചില നല്ലതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ മനുസ്മൃതിയിൽ ഓരോ പൗരനും ഓരോ വ്യക്തിയും അനുഷ്ഠിച്ചിരിക്കേണ്ട ചുമതലകളും നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്വങ്ങളും അവകാശങ്ങളൊക്കെ തന്നെ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാണ് പറയുന്നത്. അത് തന്നെയാണോ? അപ്പോൾ സനാതനധർമ്മത്തിന് നിലനിന്നിരുന്ന സനാതനധർമ്മത്തിന് എതിരായിട്ടായിരുന്നില്ലേ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം. അതുപോലെ മാത്രമല്ല ഗുരു പറഞ്ഞ ധർമ്മങ്ങൾ സനാതനധർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ ഗുരു ആ ധർമ്മമല്ല ഇന്നിവിടെ അവർ അന്വേഷിച്ച് കിടക്കുന്നത്. ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന, മതേതര ഭാരതത്തിൻ്റെ ഭരണഘടന തിരുത്തുന്നു. ഇന്ത്യ എന്ന പദം എടുത്ത് കളഞ്ഞു പാർലമെൻറ്റിൽ. നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സ്വാമി ജോൺ ധർമ്മ തീർത്ഥരുടെ ഒരു സ്വാധീനമാണ് ഭരണഘടനയ്ക്കകത്ത് സെക്കുലർ എന്നൊരു പദം വരാൻ കാരണം. സ്വാമി ജോൺ ധർമ്മ തീർത്ഥരുടെ നടന്ന് കാശിയിൽ പോയൊരു കഥയുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹം LLB കാരനായിട്ട് വക്കീൽ അഡ്വക്കേറ്റായിട്ടുള്ള പരമേശ്വര മേനോൻ എന്ന സ്വാമി ധർമ്മതീർത്ഥർ ഡൽഹിയിൽ താമസിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനം വായിച്ചിട്ടാണ് അംബേദ്കർ കാർ അയച്ച് ഇദ്ദേഹത്തിന് വിളിപ്പിച്ച് ഇതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുകയും ഭരണഘടനയ്ക്കകത്ത് മതേതരത്വം സെക്കുലർ എന്ന പദം വരുന്നതിന് കാരണം അതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനമാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനത്തിന് വിധേയമായി തയ്യാറാക്കിയ ഭരണഘടന, ആ ഭരണഘടന വലിച്ചു കയറാൻ വേണ്ടി തയ്യാറെടുത്ത് നടക്കുകയില്ലേ ഇപ്പോൾ? അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും. ഇവിടെ ഏത് മതത്തിലും വിശ്വസിക്കാമെന്ന് സ്വാമി പറയുമ്പോഴത്തേക്ക് മതം മാറി വിശ്വസിക്കാനോ മതം മാറാനോ അനുവദിക്കാത്ത ഒരു ഭാരതമായി മാറുകയാണ്. അപ്പോൾ സ്വാമിയുടെ നമ്മളെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മങ്ങൾക്ക് വിധേയമായ ഒരു ഭാരതം പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് വെറുതെ പറയുകയാണെങ്കിൽ തന്നെയും വേണം പറയുകയാണെങ്കിലും അതല്ല ഇവിടുത്തെ ഭരണാധികാരികൾ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. എന്തായാലും മേഡം ശ്രീനാരായണ ഗുരു സനാതന ധർമ്മം എന്നാണ് വിഷയം. ശ്രീനാരായണ ഗുരു സനാതന സത്യം മേഡം വളരെ വിശദമായിട്ട് പറഞ്ഞു. ആ സത്യം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. സനാതന ധർമ്മം കുറേ കൂടി വിശദമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു.